ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യം ശൈവാസമുപാസത്തെ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ. അർഹന്നിത്യഥ ജൈനശാസനരതാ കർമ്മേതി മീമാംസകാ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ എന്നോട് നിങ്ങളുമായി സംസാരിക്കാൻ അല്ലെങ്കിൽ സംവദിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിഷയം ദാമ്പത്യ ധർമ്മത്തെക്കുറിച്ചാണ്. ഒരു ഘട്ടത്തിൽ എനിക്ക് ചിലപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അല്പം നർമ്മവും ചെറിയ തോതിലൊരു തമാശയും തോന്നുകയുണ്ടായി. ഗൃഹസ്ഥ വൃന്ദത്തോട് ഗാർഹസ്ഥ്യ ധർമ്മത്തെക്കുറിച്ച് ഒരു സന്യാസിയോട് സംസാരിക്കാൻ നിർദ്ദേശിച്ചതിൻ്റെ പിന്നിലെ ചോദന അതെന്താണെന്ന് എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഇപ്പോൾ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ പ്രവേശിക്കാത്ത ഒരാളോട് ഗാർഹസ്ഥ്യ ധർമ്മത്തെക്കുറിച്ച് ഗൃഹസ്ഥരോട് സംസാരിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പക്ഷേ ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് നേരിട്ട് പ്രവേശിച്ചിട്ടില്ലെങ്കിലും ഒട്ടേറെ ഗൃഹസ്ഥന്മാരുമായുള്ള ഇടപഴകൽ അല്ലെങ്കിൽ സമ്പർക്കം വഴി നാം മനസ്സിലാക്കിയിട്ടുള്ളതും അങ്ങനെ ഒരു ജീവിതക്രമം നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളോട് എങ്ങനെ പൊരുത്തപ്പെട്ടു നിൽക്കുന്നു എന്നതിനെക്കുറിച്ചുമുള്ള ചില ചിന്തകളും ആലോചനകളും നിങ്ങളോട് പങ്കുവയ്ക്കാൻ മാത്രമാണ് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിവിശിഷ്ടമായൊരു പൈതൃകവും സംസ്കാരവും ഉണ്ടെന്ന് ആദ്യമേ പറയുകയുണ്ടായി. ആ പൈതൃകവും സംസ്കാരവും ഇക്കണ്ട കാലമത്രയും നിലനിൽക്കുകയും തുടരുകയും ചെയ്തത് ഈ ഒരു ഗാർഹസ്ഥ്യ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ സംവിധാനത്തിലൂടെയാണ്. ഭാരതത്തിൽ മാത്രമാണ് ഇത്രയും ഉത്കൃഷ്ടവും ദീർഘകാല സ്വഭാവമുള്ളതുമായ ഒരു കുടുംബ സംവിധാനം അല്ലെങ്കിൽ കുടുംബക്രമമുള്ളത്. നമുക്ക് മാത്രമേ അക്കാര്യത്തിൽ അഭിമാനിക്കാനും അവകാശം ഉന്നയിക്കാനും സാധിക്കൂ. ആ രീതിയിൽ ചിന്തിക്കും. അപ്പം ഇവിടെ ഇരിക്കുന്നവരിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷം പേരും കുടുംബാംഗങ്ങളാണ്, അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ കഴിയുന്നവരാണ്. എന്താണ് കുടുംബം എന്ന് പറഞ്ഞാൽ? മനുഷ്യനിൽ മാത്രമാണ് നാം ഈ കുടുംബക്രമത്തെ കാണാറ്, കുടുംബം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതര ജീവജാലങ്ങളിൽ ഒന്നും തന്നെ നമ്മളിങ്ങനെ ഒരു കുടുംബ വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാറോ പറയാറോ ഇല്ല. മനുഷ്യൻ കൂടാതെ മറ്റ് ജന്തുജാലങ്ങൾ ഈ ഭൂമുഖത്തുണ്ടല്ലോ. പക്ഷികളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, മൃഗങ്ങളുണ്ട്, നാൽക്കാലികൾ ധാരാളമുണ്ട്. പക്ഷെ അവയുടെ ഒന്നും കൂടി ചേർന്നുള്ള ജീവിതത്തെ നമ്മൾ കുടുംബം എന്ന് പറയാറില്ല. പട്ടി കുടുംബം എന്നാരെങ്കിലും പറയാറുണ്ടോ? കാക്കയുടെ കുടുംബം എന്ന് പറയാറുണ്ടോ? ഇല്ല. അങ്ങനെ പറയാറുണ്ടോ? കാക്ക കൂടെന്നാ നമ്മൾ പറയാ. കാക്ക കൂട്ടം എന്നേ പറയും. നായക്കൂട്ടം എന്നാ പറയാ. അവിടെ ഇല്ലേ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, ബന്ധുക്കളുണ്ട്. ഇവരെല്ലാം ഒത്തുചേർന്നിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അവയെ കുടുംബം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. അപ്പം ആൾക്കൂട്ടം മാത്രമല്ല, മറ്റെന്തോ ചില ഘടകങ്ങളും ഈ കുടുംബം എന്ന സങ്കല്പത്തിന് അനിവാര്യമായതുണ്ട്, വിശേഷമായിട്ടുണ്ട്. ആ വൈശിഷ്ട്യങ്ങളും പ്രത്യേകതകളുമാണ് മനുഷ്യനിൽ കുടുംബ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് ഈ കണ്ട കാലം അത്രയും സഹായമായിട്ടുള്ളത്. അതെന്താണെന്ന് പരിശോധിക്കുകയും തിരിച്ചറിഞ്ഞ് അതിനെ സ്വീകരിച്ച് ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ഭാരത സംസ്കാരത്തിൻ്റെ കണ്ണികളായി തീരുക.
അത് ഓരോ കാലത്തും ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അറിയിക്കുകയും അതിൻ്റെ മഹത്വത്തിന് അനുസൃതമായി ജീവിക്കാൻ അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുകയാണ് ആചാര്യന്മാർ ഈ കണ്ട കാലം അത്രയും ചെയ്തു പോന്നിട്ടുള്ളത്. ഇവിടെ കുടുംബം, ദാമ്പത്യം എന്ന വിഷയം നമുക്ക് ചിന്തിക്കാൻ നൽകിയിരിക്കുന്നത് കൊണ്ട് അതിൽ കേന്ദ്രീകരിച്ചു വേണം നമുക്ക് എല്ലാ ചിന്തകളെയും മുന്നോട്ട് നയിക്കാൻ. അപ്പം ആദ്യമേ ഞാൻ സദസ്സിനോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളൊക്കെ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ച് അതിലിങ്ങനെ മുഴുകുന്നവരാണ്. ഒരു കുടുംബാംഗം എന്ന നിലയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ജീവിതകാലത്തിൽ, അതായത് ഒരു ആയുഷ്കാലത്തിൽ എത്ര തലമുറകളുമായി ഇടപഴകാൻ സാധിക്കും? നമ്മുടെ ഹൈന്ദവ കുടുംബ ക്രമത്തിൽ ഒരാൾക്ക് എത്ര തലമുറകളുമായി സാമാന്യേന ഇടപഴകാൻ അല്ലെങ്കിൽ അറിഞ്ഞ് അവരുമായി കൂടിച്ചേർന്ന് ജീവിക്കാൻ സാധിക്കും? സാമാന്യേന, ഏറ്റവും ചുരുങ്ങിയത്. പറയുന്നത് മനസ്സിലാവുണ്ടോ? ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമോ? പിന്നിരിക്കുന്നവർക്കൊക്കെ കേൾക്കാനുണ്ടോ? ഉണ്ട്. അപ്പം സാധാരണ നിലയിൽ നമ്മൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആയുഷ്കാലത്തിൽ ചുരുങ്ങിയത് എത്ര തലമുറകളുമായി ഇടപഴകാൻ നമുക്ക് അവസരം ലഭിക്കും? 3 ഉള്ളോ? 5 ആണോ? 4? ഇപ്പം പല പല സംഖ്യകൾ കേൾക്കണ്ടല്ലോ. അവിടെ നിന്നും അഭിപ്രായം കേട്ടിട്ടില്ല. സാധാരണ നിലയിൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഒരാൾക്ക് കുടുംബക്രമത്തിൽ പ്രവേശിച്ചാൽ എത്ര തലമുറകളുമായി ഇടപഴകാൻ അല്ലെങ്കിൽ പരിചയപ്പെട്ട് അവരുമായി ഒത്തുജീവിക്കാൻ സൗഭാഗ്യം ലഭിക്കും? 5 കൂടുതൽ പേരും പറയണത്. എങ്ങനെയാ ഈ 5 എന്ന സംഖ്യ? വെറുതെ അങ്ങോട്ട് പറഞ്ഞതാണോ? ആ ആ ആ ആ ആ കിട്ടിയാൽ തരപ്പെട്ടാൽ ചുരുങ്ങിയത് ഒരു 5 തലമുറ, ഏറ്റവും കുറഞ്ഞത് നമുക്ക് 5 തലമുറയുമായി ഇടപഴകാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ അച്ഛനമ്മ, നമുക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു തലമുറ, മുത്തച്ഛൻ അല്ലെ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. അപ്പൊ അവർക്ക് തൊട്ട് മുമ്പുള്ള ഒരു തലമുറ. പിന്നെ നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ സഹപ്രവർത്തകർ, അങ്ങനെ നമ്മുടെ ഒപ്പമുള്ള തലമുറ. അതിനുശേഷം നമ്മൾ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന കുട്ടികൾ, നമ്മുടെ പിൻഗാമികൾ, ആദ്യത്തെ തലമുറ. അവർക്ക് ശേഷം വരുന്ന നമ്മുടെ പേരക്കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ 2ാം തലമുറ. അപ്പം പിന്നോട്ട് 2, മുന്നോട്ട് 2. 2, 2, 4, 1, 5 തലമുറകളുമായി ഇടപഴകി ജീവിക്കാനുള്ള ഒരു സൗകര്യവും ഒരു ഭാഗ്യവും ഭാരതീയ കുടുംബജീവിതത്തിൽ മാത്രമാണ് ഉള്ളത്. അതാണ് അതിൻ്റെ വൈശിഷ്ട്യം. വേറെ ഒരു മതങ്ങളിലും ഇങ്ങനെ തുടർച്ചയായോ ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതായ ഒരു ഒത്തുചേരലോ അതിനെ നിലനിർത്താൻ അനിവാര്യമായ പദ്ധതികളോ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈന്ദവ സംവിധാനത്തെ, ഹൈന്ദവ സംസ്കാരത്തെ കേവലം ഒരു മതം എന്ന നിലയിൽ കണക്കാക്കാനും സാധ്യമല്ല. അതൊരു സംസ്കാരമാണ്, ഒരു ചര്യയാണ് എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമുക്ക് മുൻപേ ഉള്ള 2 തലമുറ, നമുക്ക് ശേഷമുള്ള 2 തലമുറ എന്ന് വരുമ്പോൾ നമുക്ക് ഈ കുടുംബജീവിതത്തിലുള്ള ചുമതല എന്താണ്? ഈ കടന്നുപോയ 2 തലമുറകളെയും വരാൻ പോകുന്ന 2 തലമുറകളെയും തമ്മിൽ കൂട്ടിയിണക്കി നിർത്തുക എന്നതാണ് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നത് വഴി നാം ഏറ്റെടുക്കുന്ന ദൗത്യം അഥവാ ചുമതല. സാധാരണയായി ഞങ്ങളെ കാണാൻ പല ആൾക്കാർ വരാറുണ്ട്, പല കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ നവദമ്പതിമാർ കല്യാണം കഴിച്ച് അതിൻ്റെ പുതുമോടിയൊന്നും നഷ്ടപ്പെടാത്ത കൂട്ടർക്ക് ഒരു സൗഹൃദ സന്ദർശനത്തിനും അനുഗ്രഹം സ്വീകരിക്കാനും ഒക്കെ വരാറുണ്ട്. അപ്പം ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂജൻ ദമ്പതിമാരുണ്ടല്ലോ, കുറേ ഇന്നത്തെ സ്റ്റൈലാണല്ലോ അതല്ലേ, ശരി, സ്വന്തം ഇഷ്ടപ്രകാരം താല്പര്യപ്രകാരം വിവാഹിതരാകുന്ന പുതിയ ഒരു തലമുറയുടെ ഒരു സ്വഭാവ രീതിയുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്? എന്താ അതിൻ്റെ ഉദ്ദേശം? അങ്ങനെ അമ്പലത്തിൽ പോയി കഴുത്തിൽ മാലയൊക്കെ അണിച്ചു, താലി ബന്ധിച്ചു, പിന്നെ കല്യാണം നടന്നു എന്നതിൻ്റെ സൂചനയായി സീമന്തരേഖയിൽ സിന്ദൂരമണിഞ്ഞു, അങ്ങനെ കയ്യിലൊരു തെളിവിനായിട്ടൊരു റിങ്ങൊക്കെ ധരിച്ച് ഇങ്ങനെ നടക്കണം. എന്താണ് ഇത്രയും ബിംബങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്രയും ഈ അലങ്കാരങ്ങളൊക്കെ, സൂചകങ്ങളൊക്കെ എന്തിനാണ് നമ്മൾ ധരിക്കുന്നത്? എന്താ നിങ്ങൾ കല്യാണം കഴിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ അതിൻ്റെ ആവശ്യം? ഇവിടെ ഇരിക്കുന്നവർ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? എന്തിനാ കല്യാണം കഴിച്ചു ചോദിച്ചാൽ, നാടൊട്ടൊക്കെ എല്ലാവരും കല്യാണം കഴിക്കുന്ന ഒരു പ്രായമാകുമ്പോൾ അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളും കല്യാണം കഴിച്ചു എന്നതല്ലാതെ ഇത് എന്തിനാ വേണ്ടിയാ സ്വാമിജി എന്ന് ചോദിച്ചാൽ ഞങ്ങളാകെ ചുറ്റിപ്പോകും. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കും. അപ്പം അതിനൊരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. നമ്മൾ പഠിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? പഠിച്ച് നല്ല
നിലയിൽ ജീവിക്കാനുള്ള ഒരു ഉദ്യോഗം അല്ലെങ്കിൽ തൊഴിൽ നേടണം. അതാണ് പഠിപ്പിന്റെ ഉദ്ദേശം. അപ്പോൾ ഉദ്യോഗം നേടിക്കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാകും. ആ വരുമാനം ചെലവഴിച്ച് നല്ല രീതിയിൽ സമൂഹത്തിന് മാതൃകയോ അല്ലെങ്കിൽ സമൂഹത്തിന് അനുകരണീയമായ രീതിയിൽ ജീവിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഇതുപോലെ വിവാഹത്തിനും ഉണ്ടാകേണ്ട ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം. എന്താണ് വിവാഹം കഴിക്കുന്നതിലൂടെ നിങ്ങൾ അർത്ഥമാക്കുന്നത്? സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു ആദർശത്തെ പിന്തുടർന്ന് ജീവിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ല, ധാരണയില്ല. അപ്പൊ അതിനൊരു ദൗത്യമുണ്ട്, ചുമതലയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് വിവാഹ ജീവിതത്തിന്റെ ഉദ്ദേശം, എന്തിനാണ് വിവാഹം എന്ന് ചോദിച്ചാൽ അതിന് മനോഹരമായ ഒരു നിർവചനം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഞാൻ പറയാം. അത് നിങ്ങളൊന്ന് കേൾക്കൂ, ശ്രദ്ധിച്ചു കേൾക്കൂ. അതിലെന്തെങ്കിലും തിരുത്തലോ മാറ്റമോ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്താ? മനുഷ്യ സമുദായത്തിലേക്ക്, മാനവകുലത്തിലേക്ക് ഉത്കൃഷ്ട സന്താനങ്ങളെ സമ്മാനിക്കാനുള്ള, നൽകാനുള്ള പ്രകൃതിദത്തമായ ദൗത്യം ഏറ്റെടുക്കുക എന്നതാണ് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ? ഒന്നുകൂടെ പറയട്ടെ. മനുഷ്യകുലത്തിലേക്ക്, അതായത് മാനവ സമുദായത്തിലേക്ക് ഉത്കൃഷ്ട സന്താനങ്ങളെ, ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ നൽകാനുള്ള പ്രകൃതിദത്തമായ ദൗത്യം ഏറ്റെടുക്കുക എന്നതാണ് വിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവാഹമില്ലാതെ തന്നെ സന്താനങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ ഇതര മൃഗങ്ങളിലൊക്കെ വിവാഹം കഴിച്ചിട്ടാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. ഓരോ വംശവും നിലനിൽക്കാൻ വേണ്ടി പ്രകൃതിയാലുള്ള പ്രേരണകൾക്കനുസരിച്ച് അവർക്കൊക്കെ പിൻഗാമികൾ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യന് മാത്രമാണ് വിവാഹം എന്നൊരു വ്യവസ്ഥയും അതിനുവേണ്ട ചില ആചാരക്രമങ്ങളും നടപടികളും ഒക്കെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാ? മനുഷ്യ മനസ്സിൽ ഉദാത്തമായ ഒരു ഭാവവും ഉത്കൃഷ്ടമായ ഒരു വിചാരവും അല്ലെങ്കിൽ ആദർശവും സൃഷ്ടിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഇത്തരം ബാഹ്യാചാരങ്ങളുടെ ഉദ്ദേശം. അവയെ വേണ്ടമാതിരി മനസ്സിലാക്കി നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുമ്പോഴാണ് കുടുംബം എന്നത് ഗാർഹസ്ഥ്യത്തിലേക്ക് വളരുന്നത്. കുടുംബം എന്നതിന് സാമാന്യം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നിർവചനം എന്താ? കൂടിച്ചേരുമ്പോൾ ഇമ്പമുള്ളത് എന്തോ അതാണ് കുടുംബം. ഏറ്റവും ചെറിയ തരത്തിൽ ഒരുമിച്ചിരിക്കുമ്പോൾ സന്തോഷം, സംതൃപ്തി, സമാധാനം, ഐക്യം ഇതെല്ലാം ഉണ്ടാകണം. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യകുലതരത്തെ നിലനിൽപ്പ് ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായ നടപടികൾ കൊണ്ട് സമ്പന്നവും അതുപോലെ സമൃദ്ധവുമാണ് ഭാരതീയ കുടുംബക്രമം. അപ്പൊ ബാക്കി നമ്മൾ ശാസ്ത്രവിധി അനുസരിച്ച് നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഏതാണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ഭാരതത്തിന്റെ വീക്ഷണം അനുസരിച്ച് മനുഷ്യ ജീവിതത്തെ അവന്റെ ആയുർദൈർഘ്യം അനുസരിച്ച് 4 മേഖലകളായി അല്ലെങ്കിൽ 4 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 4 വിഭാഗങ്ങൾ? ഒന്ന് ബ്രഹ്മചര്യം, രണ്ടാമത്തേത് ഗാർഹസ്ഥ്യം, മൂന്നാമത്തേത് വാനപ്രസ്ഥം, നാലാമത്തേത് സന്യാസം. ഈ 4 കൂട്ടരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 4 പേരെ കണ്ടിട്ട് 4 തരക്കാരെ കണ്ടിട്ടുണ്ടോ? വാനപ്രസ്ഥരെ കാണാൻ വഴിയില്ല. വാനപ്രസ്ഥരെ അങ്ങനെ കാണാൻ വഴിയില്ല. കാട്ടിലൊക്കെ കുടില് കെട്ടി മുനിമാരായി കഴിയുന്നവരെ കാണാൻ എന്ന് ചുരുക്കമാണ്. അപ്പൊ ബ്രഹ്മചാരികളെ കണ്ടിട്ടുണ്ട്, ഗൃഹസ്ഥന്മാരെ കണ്ടിട്ടുണ്ട്, ഒരു പരിധിവരെ സന്യാസനിഷ്ഠരെയും കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ വാനപ്രസ്ഥരെ കാണാൻ സാധിച്ചിട്ടില്ല. കാരണം എന്തായിരിക്കാം? ആരും വാനപ്രസ്ഥരാകാൻ മുന്നോട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് അവരെ കാണാത്തത്. ബ്രഹ്മചാരികളാകുന്നുണ്ട്, ഗൃഹസ്ഥന്മാരാകുന്നുണ്ട്, കുറേയേറെ സന്യാസിമാരും ആകുന്നുണ്ട്. പക്ഷെ വാനപ്രസ്ഥരാകാൻ എന്ന് ആൾക്കാരെ കിട്ടുന്നില്ല എന്നത് വലിയൊരു തകരാറാണ്, ഒരു അപരാധവും കൂടിയാണ്. അപ്പൊ മനുഷ്യജീവിതം ഇങ്ങനെ 4 തലങ്ങളിലൂടെ 4 മേഖലകളിലൂടെ മുന്നോട്ട് പോയി അതിൻ്റെ പൂർണ്ണതയെ പ്രാപിക്കാനാണ് ആചാര്യന്മാർ ശാസ്ത്രങ്ങളിലൂടെ ഈ വ്യവസ്ഥ ഏർപ്പാടാക്കിയത്. അതിൽ അറിവ് ശേഖരിക്കാൻ, ശാസ്ത്ര പരിജ്ഞാനം നേടാൻ വേണ്ടിയാണ് ഈ ബ്രഹ്മചര്യ കാലയളവ് ഉപയോഗിക്കേണ്ടത്. മനുഷ്യജീവിതത്തിന് ആവശ്യമായതും സ്വഭാവ രൂപീകരണത്തിന് വേണ്ടതും അതുപോലെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതും പ്രപഞ്ച വിധാനവുമായി അല്ലെ പ്രപഞ്ച വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതുമായ സകല പരിജ്ഞാനവും ആർജിക്കാനുള്ള കാലമാണ് ബ്രഹ്മചര്യകാലം. അപ്പൊ അവിടെ ഒരു ഗുരുവിനെ സമാശ്രയിച്ച് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യുക എന്നതാണ് ബ്രഹ്മചര്യ കാലയളവിൽ നടക്കുന്നത്. അതിനുശേഷമാണ് വിവാഹബന്ധത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ മനുഷ്യ സമുദായം ഈ ഭൂമിയിൽ നിലനിൽക്കണം, മാനവകുലം നിലനിൽക്കണം. അതിനാവശ്യമായ എല്ലാ പദ്ധതികളും പ്രക്രിയകളും നമ്മൾ രൂപപ്പെടുത്തുകയും നിലനിർത്തുകയും വേണം. അപ്പൊ ഏറ്റവും കൂടുതൽ ചുമതല, ഏറ്റവും കൂടുതൽ പരിശ്രമം സമാജത്തിനു വേണ്ടി, ലോകത്തിനു വേണ്ടി, മനുഷ്യ സമുദായത്തിന് വേണ്ടി നൽകുന്നവരാണ് ഗൃഹസ്ഥന്മാർ. അപ്പൊ എന്താ കാരണം ബ്രഹ്മചാരികൾ ഉണ്ടാകുന്നത് ആരിൽ നിന്നാണ്? ഗൃഹസ്ഥന്മാരിൽ നിന്നാണ്.
അപ്പോ ബ്രഹ്മചാരികൾ ഉണ്ടാകുന്നത് ആരിൽ നിന്നാണ്? ഗൃഹസ്ഥ വൃന്ദത്തിൽ നിന്നാണ്. വാനപ്രസ്ഥരുണ്ടാകുന്നതോ ആരിൽ നിന്നാ? ഗൃഹസ്ഥന്മാര് മൂത്താണ് വാനപ്രസ്ഥരാകുന്നത്. അവരിൽ നിന്നാണ് സന്യാസനിഷ്ഠരുണ്ടാകുന്നത്. അപ്പൊ ബ്രഹ്മചാരികൾക്കും വാനപ്രസ്ഥനും സന്യാസിമാർക്കും ജന്മം നൽകുന്നതും അവരെ പരിരക്ഷിക്കുന്നതും ആരാണ്? ഗൃഹസ്ഥ സമൂഹമാണ്. അപ്പൊ ഗൃഹസ്ഥ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ, അവർക്കുണ്ടാകുന്ന മാനസികവും ബൗദ്ധികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ, ഇവയ്ക്കൊക്കെ യഥാകാലം വേണ്ട സമാധാനമോ ആശ്വാസമോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശമോ നൽകുക എന്ന ദൗത്യമാണ് പണ്ട് മുതലേ സന്യാസ സമൂഹം നിർവഹിച്ചു പോന്നിട്ടുള്ളത്. ഇങ്ങനെ 4 ആശ്രമങ്ങളും ഒത്തുചേർന്നിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയും ജീവിതക്രമവുമാണ് ഭാരതീയ ചിന്തകളും ഭാരതീയ ശാസ്ത്രങ്ങളും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഗാർഹസ്ഥ്യധർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശമോ ലക്ഷ്യമോ അറിയാതെയാണ് ഇന്ന് കൂടുതലായി നടക്കുന്ന മംഗല്യങ്ങൾ, കല്യാണം എന്ന് നമുക്ക് പറയാം, ഒക്കെ പേര് പറയാം. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? കേരളത്തിലുടനീളം നമ്മൾ കുടുംബ കോടതികളിൽ കയറിയാൽ ഒന്ന് അന്വേഷണം നടത്തിയാൽ വിവാഹമോചന കേസുകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ പോകുന്നത് എവിടെ നിന്നാ? ഇതര മതങ്ങളിൽ നിന്നുമല്ല. ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾക്ക് വേണ്ടി കുടുംബ കോടതികളെ സമീപിക്കുന്ന വിഭാഗം ആരാ? ഹിന്ദു വിഭാഗമാണ്. അവരുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ കാണാം റിലീജിയൻ എന്നതിന് നേരെ എഴുതിയിട്ടുണ്ടാകും HINDU. എന്തുകൊണ്ട് ഈ വിരോധാഭാസം ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട്? അപ്പൊ നമ്മെ സംബന്ധിച്ച് വിവാഹ ജീവിതത്തെക്കുറിച്ചോ വിവാഹ ജീവിതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചോ വേണ്ടത്ര അവബോധമില്ലായ്മയാണ് ഈ ഒരു അപജയത്തിന്, കുടുംബജീവിത തകർച്ചയ്ക്ക് കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാലോ അതുണ്ടാകാതിരിക്കാനും ഉണ്ടായാൽ ഉടനടി വേണ്ട പരിഹാരം കണ്ടെത്തി അത് പരിഹരിക്കാനുമാണ് നാം മുന്നോട്ട് വരേണ്ടത്. അത്തരത്തിൽ വലിയൊരു ബോധവത്കരണം നമ്മുടെ സമാജത്തിൽ അധ്യാത്മ കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും വഴി നടക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് ഒത്തുകൂടാൻ, നമ്മുടെ സംസ്കാരത്തിൻ്റെയോ ധർമ്മത്തിൻ്റെയോ ഒക്കെ പേരിൽ നമുക്ക് ഒത്തുചേരാൻ 2 സ്ഥാപനങ്ങൾ അല്ലെ 2 സ്ഥലങ്ങളാണ് ഇന്ന് നമുക്കുള്ളത്. എവിടെയാണ് നമ്മുടെ ഹൈന്ദവ സമാജം ഒത്തുചേരുന്ന സ്ഥലങ്ങൾ? 2 സ്ഥാപനങ്ങൾ. ഒന്ന് ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ, അവിടെയാണ് ഒരു സ്ഥാനം. മറ്റൊരു കേന്ദ്രം, ഇനിയൊരു സ്ഥാപനം ഏതാ? അത് നമുക്ക് അത്ര വലിയ പരിചയമില്ല. 2ാമത്തെ സ്ഥാനം അത്ര നമുക്ക് പരിചയമില്ല, കാരണം പോകാറുമില്ല. അതാണ് കാരണം. 2ാമത്തെ സ്ഥാപനം ആശ്രമങ്ങൾ. ആശ്രമങ്ങളും ആരാധനാലയങ്ങളുമാണ് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പരിപോഷണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ. ഇനി ക്ഷേത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്ക് വന്നാൽ നമുക്ക് അവിടെ കാണാം ഒരുപാട് തരത്തിലുള്ള ആചാര വിശേഷങ്ങൾ അവിടെ കാണാം. ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, കലാപരിപാടികൾ, പ്രാർത്ഥനകൾ, സ്തുതികൾ, പൂജകൾ, മന്ത്രജപങ്ങൾ, അങ്ങനെ ഒട്ടേറെ വിവിധങ്ങളായ പദ്ധതികൾ നമുക്ക് ക്ഷേത്രങ്ങളിൽ ചെന്നാൽ കാണാം. പക്ഷെ ആശ്രമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആചാര ബാഹുല്യം ഉണ്ടാകില്ല, അനവധി അനുഷ്ഠാനങ്ങൾ ഉണ്ടാകില്ല. പിന്നെ എന്താണ് അവിടെ ഉണ്ടാകുക? അവിടെ സംവാദം അല്ലെങ്കിൽ ചർച്ചകൾ, സംഭാഷണങ്ങൾ, സംശയ നിവാരണകൾ, അധ്യാത്മ പഠനം, ഇതൊക്കെയാണ് ആശ്രമങ്ങൾ നടക്കുന്നത്. അതിനുള്ള താല്പര്യം വേണ്ട മാതിരി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ചെന്നിട്ട് പ്രയോജനം ഉണ്ടാകുള്ളൂ. അപ്പൊ താല്പര്യമില്ലാതെ വരുമ്പോൾ നമ്മൾ ഓടുന്നത് ഇവിടേക്ക് ക്ഷേത്രങ്ങളിലേക്കാണ് പോകണം. ബഹുഭൂരിപക്ഷം ജനങ്ങളും ക്ഷേത്രങ്ങളെയാണ് അല്പം സമാധാനത്തിന് വേണ്ടി ആശ്രയിക്കുന്നത്. എന്നാൽ അങ്ങനെ പോയതുകൊണ്ട് സമാധാനം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം. താത്കാലികമായി മനസ്സിനൊരു വിശ്രാന്തി ഉണ്ടാകും അല്ലെങ്കിൽ വിശ്രമം ഉണ്ടാകും എന്നതിനപ്പുറത്തേക്ക് സ്ഥിരമായി മനസ്സിന് ഒരു ശാന്തത ഉണ്ടാകാൻ പര്യാപ്തമായ തരത്തിലല്ല ഇന്ന് ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരു പരിധിവരെ നടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ സമാജത്തിന് ഉറച്ച ശബ്ദത്തിലുള്ള ബോധവത്കരണങ്ങൾ ഇന്ന് അനിവാര്യമാണ്. പല ക്ഷേത്രങ്ങളും ഈ കാര്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുകയും അതിനുവേണ്ട കാലോചിതമായ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തത്പരരായ ആൾക്കാർക്ക് വൈദിക വിധി അനുസരിച്ചുള്ള ചില നിർദ്ദേശങ്ങളും ചില നിഷ്ഠകളും അനുഷ്ഠാനങ്ങളും പരിചയപ്പെടുത്താനായി ഇതിൻ്റെ ഭാരവാഹികൾ ശ്രമിച്ചതും അത് ഭംഗിയായി ഇവിടെ നടത്തി പൂർത്തിയാക്കിയതും. അപ്പം അതിനുദ്ദേശം എന്താ? ഒരു ദീർഘകാല സ്വഭാവമുള്ള കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ മാനസികമായ ഒരു തയ്യാറെടുപ്പ്, ബുദ്ധിയിൽ ഇത്തരമൊരു പ്രക്രിയയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു പുതിയ നവീനമായ ഒരു ചിന്ത അത് ഉണർത്തിവിടുകയാണ് ഇത്തരം പദ്ധതികളുടെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ളത്.
അപ്പം നമ്മൾ തുടങ്ങി വെച്ചത് ഇവിടുന്ന കുടുംബത്തിൽ നിന്നാണ്. നമുക്ക് ഓരോരുത്തർക്കും 5 തലമുറകളുമായി സാമാന്യേന ഇടപഴകാനുള്ള അസുലഭമായ അവസരമുണ്ട്. ഇത് പ്രതിവർഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചടങ്ങ്, ഒരു ആചാരം നമ്മളൊക്കെ പിന്തുടരുന്നുണ്ട്. എന്താ ആചാരം? പ്രതിവർഷം നമ്മൾ ഈ 5 തലമുറകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന, മറന്നുപോകാതെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആചാരം നമ്മൾ പിന്തുടരാറുണ്ട്. ഇത് വരാൻ പോണു, ഇനി ഇത് ഉടനെ വരാൻ പോണു. എന്താ അത്? കർക്കിടക മാസത്തിൽ പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണം നടത്തുന്ന അല്ലെങ്കിൽ ശ്രാദ്ധമുട്ടുന്ന ഒരു പരിപാടിയുണ്ട്. ശ്രാദ്ധമുട്ടുന്ന ഒരു പ്രക്രിയ മിക്ക കുടുംബങ്ങളിലുമുണ്ട്. എന്തിനാ ശ്രാദ്ധമുട്ടണത്? ആർക്ക് വേണ്ടിയാ? നമ്മൾ വിചാരിച്ചിരിക്കണത് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടിയാണെന്ന്. അത് തിരിച്ചാണ്. മൺമറഞ്ഞു പോയവർക്ക് വേണ്ടിയല്ല, നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ ഓർമ്മപ്പെടുത്തണത്? നീ പിന്തുടരുന്ന പൈതൃകം അതിവിശിഷ്ടമാണ്. ഋഷിപ്രോക്തമായ ഒരു സംസ്കാരത്തിന്റെ ജീവിച്ചിരിക്കുന്ന പരിപോഷകനോ പരിപാലകനോ കണ്ണിയോ ആണ് നീ. അത് മനസ്സിലാക്കി നിന്റെ പൂർവികന്മാരിലൂടെ നിനക്ക് കടന്നു വന്ന് ലഭ്യമായിരിക്കുന്ന ഉത്കൃഷ്ടമായ സന്ദേശങ്ങളും ജീവിത ക്രമങ്ങളുമൊക്കെ വേണ്ടതുപോലെ പരിഷ്കരിച്ച് പരിപോഷിപ്പിച്ച് വരുന്ന തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുക എന്ന സവിശേഷമായൊരു ചുമതലയാണ് നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അത് പ്രതിവർഷം നമ്മെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ശ്രാദ്ധകർമ്മങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശം, അടിസ്ഥാന ഉദ്ദേശം. അതുകൊണ്ട് എല്ലാവരും ശ്രാദ്ധം അനുഷ്ഠിക്കേണ്ടത്. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർ തീർച്ചയായിട്ടും ശ്രാദ്ധകർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്യണം. അത് വിധിയാമണ്ണം. ആ ശ്രാദ്ധകർമ്മങ്ങളുടെ വിധികളൊക്കെ പഠിച്ചവർ, ശാസ്ത്രീയമായി പഠിച്ചവരുണ്ടെങ്കിൽ അവര് നമുക്ക് ക്രിയകളൊക്കെ പറഞ്ഞു തരുന്നു. ഇപ്പോൾ തന്നെ നേരത്തെ എല്ലാവരും ഇരുത്തി ക്രിയാരീതികളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഇനി അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഇതുപോലെ ശ്രാദ്ധകർമ്മങ്ങൾക്ക് ഇരിക്കുമ്പോൾ അതിന് മുൻപേ മുഖ്യ പുരോഹിതൻ ചില നിർദ്ദേശങ്ങളൊക്കെ നൽകും. ആ നിർദ്ദേശങ്ങൾ മനസ്സിൽ പതിഞ്ഞ് ഉറയ്ക്കുന്നതിന് അനുയോജ്യമായ ചില ശ്ലോകങ്ങളും ചില മന്ത്രങ്ങളും ചില സങ്കല്പങ്ങളും ഒക്കെ ചൊല്ലിത്തരും. നമ്മളവിടെ കണ്ണടച്ചിരുന്നത് ആ സങ്കല്പങ്ങളെ മനസ്സിൽ ധരിക്കും. അങ്ങനെ ധരിക്കുന്ന സമയത്ത് നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ പൂർവികതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ചില സൂചനകളൊക്കെ ഉണ്ടാകും. ശ്ലോകരൂപത്തിലാകാം ചിലപ്പോൾ. ആ ശ്ലോകരൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങുമ്പോൾ അതിൽ പറയും വിശ്വാമിത്ര ഗോത്രേ, യാജ്ഞവൽക്യ ഗോത്രേ, പരാശര ഗോത്രേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. അതായത് വിശ്വാമിത്രൻ്റെയോ യാജ്ഞവൽക്കൻ്റെയോ അല്ലെങ്കിൽ പരാശരൻ്റെയോ അടക്കമുള്ള മഹാമുനി ശ്രേഷ്ഠന്മാരുടെ കുലത്തിൽ അല്ലെങ്കിൽ വംശത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പൈതൃകം തേടി 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 പോകുമ്പോൾ, അങ്ങനെ പിന്നോട്ട് പോകുമ്പോൾ അതെവിടെയാണ് തുടങ്ങുന്നത്? ആ അന്വേഷണം എവിടെ ചെന്ന് അവസാനിക്കുന്നു? ഋഷിമാരിലാണ് അവസാനിക്കുന്നത്. അപ്പൊ ആ ഋഷിപ്രോക്തമായ ഒരു വലിയ സംസ്കാരത്തിന്റെ ജീവിച്ചിരിക്കുന്ന കണ്ണിയാണ് നാം എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തിയാണ് ഈ ക്രിയാപദ്ധതികളിലേക്ക് നമ്മെ പുരോഹിതൻ നയിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിവിശിഷ്ടമായ മഹത്തായ ഒരു സംസ്കാരമാണ് നമ്മിൽ നിലനിൽക്കുന്നത്. ആ സംസ്കാരത്തെ നിലനിർത്തുക എന്നതാണ് നമ്മുടെ ദൗത്യം. അത് വേണ്ടതുപോലെ മനസ്സിലാക്കാനാണ് നാം ശ്രമിക്കേണ്ടത് എന്ന് പ്രതിവർഷം നമ്മെ ആഹ്വാനം ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു ഈ ചെറിയ ഒരു ചടങ്ങിലൂടെ. ഇത് എപ്പോഴെങ്കിലും മതിയോ? പോരാ. ഒരു വർഷം മാത്രം മതിയോ? പോരാ. എല്ലായ്പ്പോഴും ഓർക്കേണ്ടതാണ്. അപ്പൊ എല്ലായ്പ്പോഴും ഓർക്കാൻ സാധിച്ചില്ലെങ്കിലും അങ്ങനെയുള്ളവരെ വിട്ടുകളയാതെ പ്രതിവർഷമെങ്കിലും അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ പൂർവികർ ഏർപ്പാടാക്കിയത്. ഇനി ഇവിടെ ധാരാളം രക്ഷിതാക്കളുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട ചിന്തകളാണല്ലോ നമ്മളിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ധാരാളം രക്ഷിതാക്കൾ ഇവിടെയുണ്ട്. അച്ഛനമ്മമാരുണ്ട്, കുട്ടികളും വളർന്നു വരുന്ന കുട്ടികളുമുണ്ട്. ഈ അച്ഛനമ്മമാർക്കെല്ലാം, മാതാപിതാക്കൾക്കെല്ലാം കുട്ടികളെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്, വലിയ സ്വപ്നമാണ്. എന്താ അച്ഛനമ്മമാർക്ക് കുട്ടികളെ കുറിച്ചുണ്ടാകേണ്ട വലിയ സ്വപ്നം? എന്താ നിങ്ങളൊക്കെ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വളർന്നാൽ? കേൾക്കട്ടെ. മക്കളുണ്ടായവർ വളരുന്നുണ്ടല്ലോ, അവരെ പഠിപ്പിക്കുന്നുണ്ട്, അവർക്ക് നല്ല വസ്ത്രം വാങ്ങിക്കെടുക്കുന്നുണ്ട്, അവരുടെ കഴിവിനനുസരിച്ച് പല കലാരംഗങ്ങളിലേക്കും നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുപോയി അതിനുവേണ്ട പരിശീലനം നൽകുന്നുണ്ട്. എന്താണ് വളർന്ന് മുതിർന്നു വരുന്ന കുട്ടികളിൽ നിന്നും മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത് അഥവാ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? കുട്ടികളെ കുറിച്ച് അച്ഛനമ്മമാർക്കുള്ള പ്രതീക്ഷ എന്താ? ഒരു പ്രതീക്ഷയില്ലേ? ഒരു പ്രതീക്ഷയും കുട്ടികളെ കുറിച്ച് ഒരു പ്രതീക്ഷയും നിങ്ങൾക്ക് ആർക്കുമില്ല എങ്കിൽ അടുത്ത വഴി എന്താണെന്നറിയാമോ? അടുത്ത വഴി എത്രയും പെട്ടെന്ന് വീട് വിടുക എന്നുള്ളതാണ്. നേരെ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. പിന്നെ അവിടെ ഇരിക്കരുത്. കാരണം വളർന്നു വരുന്ന കുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും ഇല്ല എങ്കിൽ പിന്നെ അവിടെ കഴിഞ്ഞിട്ടൊരു വിശേഷമില്ല. നല്ല സംസ്കാരത്തോടു കൂടി വളരണം. പിന്നെ ഇത്രയേ ഉള്ളൂ.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നോക്കും, തീർച്ചയായിട്ടും. അതെ, വളർന്നു വരുന്ന കുട്ടികളിൽ നിന്ന് എന്താണ് അച്ഛനമ്മമാര് പ്രതീക്ഷിക്കുന്നത്, അവരെങ്ങനെയാകണം, അവരിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, ഇങ്ങനെയുള്ള ചില ചിന്തകൾ അച്ഛനമ്മമാർക്കില്ലേ? കുട്ടികൾ നല്ല രീതിയിൽ വരണം, നന്നായി പഠിക്കണം, ജോലി കിട്ടണം, നന്നായി പഠിക്കണം, പഠിച്ചു വളർന്ന് നല്ല ജോലി സമ്പാദിക്കണം, നല്ല വരുമാനം ഉണ്ടാകണം, അച്ഛനമ്മയും സംരക്ഷിക്കണം, അവസാന കാലത്ത് വരട്ടെ, കേൾക്കട്ടെ. ഇനിയും ഉണ്ടാവുമല്ലോ പല പല പ്രതീക്ഷകൾ, പല സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമല്ലോ കുട്ടികളെ കുറിച്ച്. തീർച്ചയായിട്ടും ഉണ്ടാകണം. നല്ല സ്വപ്നങ്ങളും നല്ല പ്രതീക്ഷകളും മക്കളെ കുറിച്ച് തീർച്ചയായും മാതാപിതാക്കൾ ഉണ്ടാകണം. ആ പ്രതീക്ഷകളാണ് ഈ കുട്ടികൾ വളർന്നു വരുന്നതിനായി നിങ്ങൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകേണ്ട മനസ്സിന്റെ സങ്കല്പം. മുതിർന്ന് വളർന്നു വരുമ്പോൾ അവർ നമ്മളെ വാർദ്ധക്യകാലത്ത് സംരക്ഷിക്കണം, പിന്നെ നമുക്ക് അഭിമാനമായി അവര് തീരണം. ഇതൊക്കെയാണ് ഉദ്ദേശം. കൊള്ളാം. വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അവരെങ്ങനെങ്കിലുമൊക്കെ വളർന്നോട്ടെ, എങ്ങനെങ്കിലും വളരും, എന്തെങ്കിലും ആയിത്തീരും എന്നാണോ അച്ഛനമ്മമാര് കരുതുന്നത്? ഒരിക്കലുമല്ല. അല്ലേ? അങ്ങനെയാണെങ്കിൽ അവർക്ക് നിങ്ങൾ നല്ല വിദ്യാലയം, നല്ല വസ്ത്രം, നല്ല ആഹാരം ഇതൊന്നും തയ്യാറാക്കി കൊടുക്കില്ല. അപ്പൊ നല്ല കുട്ടികളായി നല്ല പൗരന്മാരായി ഭാവിയിൽ മാറണം എന്ന വലിയ ഉദ്ദേശമാണ് ഈ കുട്ടികളുടെ മുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനമ്മമാർക്കുള്ളത്. പക്ഷേ ആ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ താല്പര്യങ്ങൾ വേണ്ടതുപോലെ നടപ്പാകാറുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ കാര്യം നടന്നു കിട്ടാറുണ്ടോ, നടക്കാറുണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ എവിടേക്കോ ചില പന്തികേടുകൾ, തകരാറുകളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ നിങ്ങളോട്. ഒരു മകനുണ്ടായി, മകൾ അല്ലെങ്കിൽ മകൾ ജനിച്ചു, അവൾ വളർന്നു. അപ്പൊ വളർന്നു, നന്നായി പഠിച്ചു, എല്ലാവർക്കും വലിയ താല്പര്യം, പെരുമാറ്റത്തിലും സ്വഭാവത്തിലും പ്രകൃതത്തിലും എല്ലാവർക്കും ഒരു തെറ്റു പറയാൻ പറ്റാത്ത നല്ല ഒരു വ്യക്തിത്വമാണ് ആ കുട്ടിയിൽ കണ്ടത്. അങ്ങനെ വളർന്ന് മുതിർന്ന് ഏതാണ്ട് 10-23 വയസ്സൊക്കെ ആകുമ്പോഴേ ഇന്നത്തെയൊക്കെ പഠിപ്പൊക്കെ ഏതാണ്ട് തീരും. 25 വയസ്സാകുമ്പോഴേക്കും പഠനമൊക്കെ ഏതാണ്ട് പൂർത്തിയാകും. അങ്ങനെ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള, സ്വയം പര്യാപ്തമായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു തൊഴിലും ലഭിച്ചു, നല്ല വരുമാനവും കിട്ടി. ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ ഈ മകൻ അല്ലെങ്കിൽ മകൾ ഇത് തിരിഞ്ഞു നോക്കുകയാണ് പിന്നോട്ട്. തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആ മകനോ മകളോ ഒന്ന് വിശകലനം ചെയ്യാന്ന് വിചാരിക്കുക. അമ്മയ്ക്കും അച്ഛനും ജനിച്ചു, ഈ 10-25 വർഷം ശരീരത്തിന് പ്രായമായി. ഇത്രയും കാലം തനിക്ക് വേണ്ടി അല്ലെ തങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ ത്യാഗവും ക്ലേശവും അനുഭവിച്ചവരാണ് അച്ഛനും അമ്മയും. അവരുടെ ആ ക്ലേശവും അവരുടെ ത്യാഗവും അവരുടെ പ്രയാസങ്ങളും ഒക്കെയാണ് ഇന്ന് എൻ്റെ വളർച്ചയായി അല്ലെങ്കിൽ ഈ ഒരു നിലയായി മാറിയിരിക്കണം. അപ്പൊ ഈ 10-25 വർഷം പ്രായമായ ഒരു മകൻ അല്ലെങ്കിൽ മകൾ അച്ഛനമ്മമാരെ കുറിച്ച് എന്ത് അഭിപ്രായമായിരിക്കണം പറയേണ്ടത്? അതായത് നിങ്ങളുടെ മക്കൾ ലോകത്ത് അച്ഛനമ്മമാരെ കുറിച്ച് ആധികാരികമായി കറയില്ലാതെ ഒരു അഭിപ്രായം പറയാൻ ആരാ ഉള്ളത്? അച്ഛനമ്മമാരെ കുറിച്ച്, അത് രണ്ട് വ്യക്തികളാണല്ലോ, അവരെ കുറിച്ച് ഇത്രയും ആധികാരികമായി തുറന്ന ഒരു അഭിപ്രായം, ഒരു വെളിപ്പെടുത്തൽ നടത്താൻ ഇന്ന് ലോകത്തുള്ളവരാരാ? വേറെ ആർക്ക് സാധിക്കും? നിങ്ങൾ പറയൂ. സുഹൃത്തുക്കൾക്ക് പറ്റില്ല, സ്വന്തം അച്ഛനമ്മമാർക്ക് പറ്റില്ല, ബന്ധുക്കൾക്ക് പറ്റില്ല, കൂടെ ജോലി ചെയ്യുന്നവർക്ക് സാധ്യമല്ല. ഇവർക്ക് ആർക്കും സാധ്യമല്ല നമ്മെക്കുറിച്ച് ആധികാരികമായി ഒരു അഭിപ്രായം പറയാൻ. അപ്പൊ അച്ഛനമ്മമാരെ കുറിച്ച് ആധികാരികമായി ഒരു അഭിപ്രായം പറയാൻ ഉള്ളതാരാ ഇന്ന് ലോകത്ത്? മക്കൾ മാത്രമാണ്. ശരിയാണോ പറയണത്? ഉവ്വ്. അങ്ങനെയാണെങ്കിൽ ആ മക്കൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറയണം? അല്ല, എന്ത് പറയണത് കേൾക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. എന്തായാലും വേണ്ടാത്തത് പറയണത് കേൾക്കാൻ നമുക്ക് താല്പര്യം തോന്നില്ല. നമ്മളെക്കുറിച്ച് മക്കൾ വേണ്ടാത്തത് പറയാന്ന് പറഞ്ഞാൽ അതത്ര പന്തിയുള്ള കാര്യമല്ല, നല്ല കാര്യമല്ല. അപ്പൊ എന്തായാലും മക്കൾ അച്ഛനമ്മമാരെ കുറിച്ച് നല്ലത് പറയണത് കേൾക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ മക്കള് നല്ലത് പറയണമെങ്കിൽ എന്ത് വേണം? രണ്ടാമത്തെ ചോദ്യം അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അച്ഛനമ്മമാരെ കുറിച്ച് മക്കൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ അഭിപ്രായം അതെന്തായിരിക്കണം? നല്ല അഭിപ്രായമാണെന്ന് നിങ്ങൾ തന്നെ പറയണം. ഇനി അടുത്ത ചോദ്യം,
ഈ അച്ഛനമ്മമാരുടെ ജീവിതം, അതായത് മാതാപിതാക്കളുടെ ദാമ്പത്യ ധർമ്മം പൂർത്തിയാകുന്ന ഒരു ഘട്ടം, വിവാഹത്തിലൂടെ ഏറ്റെടുത്ത വലിയ ഒരു ദൗത്യം പൂർത്തിയായി അതിൽ നിന്ന് വിരമിക്കേണ്ട ഒരു ഘട്ടമാണ് മക്കൾ സ്വയം പര്യാപ്തമായ നിലയിൽ എത്തിച്ചേരുന്ന കാലം. സ്വന്തം പരിശ്രമം കൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെ സ്ഥിതിവിശേഷം ഒരുക്കി പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് അച്ഛനമ്മമാരുടെ ദൗത്യം അവിടെ അവസാനിക്കുന്നത്. അപ്പൊ ഈ അച്ഛനമ്മമാർക്ക് ഇത്രയും കാലം, ഈ 10-25 വർഷക്കാലം ഇവർക്ക് വേണ്ടി അധ്വാനിച്ചത്, അവർക്ക് വേണ്ടി സഹിച്ചത്, അവർക്ക് വേണ്ടി ത്യജിച്ചത്, ഇതെല്ലാം കഴിഞ്ഞ് അതിൽ നിന്നൊരു റിവാർഡ്, ഒരു അംഗീകാരം അതിൽ ലഭിക്കണമല്ലോ. ഇത്രയും കാലത്തെ അധ്വാനത്തിന് ഒരു പ്രതിഫലം ഉണ്ടാകണം. എന്താണ് ലോകത്ത് എവിടെ നിന്നും ലഭിക്കാത്ത, മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സമ്മാനം? അത് ഈ മക്കളിൽ നിന്നാണ് കിട്ടേണ്ടത്, വേറെ ആരിൽ നിന്നുമല്ല. അധികാര കേന്ദ്രങ്ങളൊന്നുമല്ല ആ അംഗീകാരം നൽകേണ്ടത്. സ്വസന്തതികൾ തന്നെയാണ് അച്ഛനമ്മമാരുടെ ഇത്രയും കാലത്തെ പരിശ്രമത്തിന് വേണ്ട പ്രതിഫലമോ സമ്മാനമോ നൽകേണ്ടത്. ലോകത്ത് എവിടെ നിന്നും കിട്ടാത്ത ഏറ്റവും മഹത്തായ ഒരു അംഗീകാരവും ഒരു സമ്മാനവുമായി മക്കളത് നൽകണം. ഏത് രൂപത്തിൽ? വാഗ്രൂപത്തിൽ, വാക്കുകൊണ്ട്. എന്തായിരിക്കണം ആ വാക്ക്? ലോകത്ത് വേറെ എവിടെ നിന്നും ലഭിക്കാത്ത, ഒരാൾക്കും നൽകാൻ സാധിക്കാത്ത, വിലമതിക്കാനാവാത്ത ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു പാരിതോഷികം അഥവാ ഒരു അവാർഡാണ് മക്കൾ നൽകേണ്ടത്. ഈ വാക്ക് എന്തായിരിക്കണം? വാക്ക്. അവിടെയാണ് അച്ഛനമ്മമാരുടെ ദൗത്യം പൂർത്തിയാകുന്നത്, അവരുടെ ജീവിതം അർത്ഥവത്താകുന്നത്. നേരത്തെ പറഞ്ഞ വിവാഹത്തിലൂടെ തുടങ്ങിയതാണ് ഈ പരിപാടി. അങ്ങനെ തുടങ്ങി മുന്നോട്ട് പോയി 25 വർഷം അത് എത്തി അതിൻ്റെ ഒരു പ്രൊഡക്റ്റായി ഉണ്ടായ മകൻ അല്ലെങ്കിൽ മകൾ നമ്മുടെ തണലിൽ നിഴലിൽ ജീവിച്ചു. അവർക്കൊരു തിരിച്ചറിവുണ്ടായി. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത്രയും കാലം ഒട്ടേറെ ബന്ധങ്ങൾ ജീവിതത്തിലുണ്ടായി. കാരണം LKG-യിൽ കുറേ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. ആ സൗഹൃദങ്ങൾ കുറച്ചുകൂടി മുതിർന്നപ്പോൾ മാറി, പുതിയത് വന്നു. സ്കൂളിൽ പഠിച്ച സമയത്ത് കൂട്ടുകാരുണ്ടായിരുന്നല്ലോ. ആ കൂട്ടുകൾ കലാലയ ജീവിതത്തിലേക്ക്, കോളേജിലേക്ക് കയറിയപ്പോൾ സ്കൂളിലെ കൂട്ടുകാരുടെ എണ്ണം ചുരുങ്ങി, കലാലയത്തിലെ, കോളേജിലെ കൂട്ടുകാരുടെ എണ്ണം വർദ്ധിച്ചു. അത് കഴിഞ്ഞ് ഉപരിപഠനത്തിൽ പോയപ്പോൾ സൗഹൃദങ്ങളൊക്കെ മാറി, പാഠപുസ്തകങ്ങൾ മാറി, വിദ്യാലയം മാറി, എല്ലാം മാറി, അധ്യാപകർ മാറി, എല്ലാം മാറി. അവസാനം തൊഴിൽ രംഗത്തേക്ക് പ്രവേശിച്ചപ്പോഴാണ് സൗഹൃദത്തിന്റെ വ്യാപ്തി മാറി പുതിയതായി തീർന്നത്. ഇത്രയും കാലം പല സാഹചര്യങ്ങളും പല വ്യക്തികളും ജീവിതത്തെ സ്വാധീനിച്ചുവെങ്കിലും അവരെല്ലാം കാലക്രമേണ എന്തിനു വിധേയമായി? മാറ്റത്തിന് വിധേയമായി. അതെല്ലാം മാറിക്കൊണ്ടേയിരുന്നു. ഇത്രയും കാലം മാറിയെങ്കിലും മാറാതെ 2 പേര് കൂടെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ മാറി. അതൊക്കെ അല്പകാലം താത്കാലികമായിരുന്നു. പക്ഷെ ഇത്രയും കാലവും മാറാതെ 2 വ്യക്തികൾ കൂടെ ഉണ്ടായിരുന്നു. നിഴല് പോലെ, തണല് പോലെ, വെളിച്ചം പോലെ കൂടെ ഉണ്ടായിരുന്നു. ആശ്വാസത്തിന്, അഭയത്തിന്, ആശ്രയത്തിന്, മാർഗനിർദ്ദേശത്തിന്, പിന്നെ സൗഹൃദത്തിന്, എല്ലാ തരത്തിലും കൂടെ ഉണ്ടായിരുന്നവര് ഈ 2 പേരാണ്. ആര്? അച്ഛനമ്മമാർ. അപ്പൊ അത് ഒരു മകൻ അല്ലെങ്കിൽ മകൾ തിരിച്ചറിഞ്ഞാൽ അവിടെയാണ് പറയുന്നത് തിരിച്ചറിവ് എന്ന് പറയുന്നത്. അപ്പൊ അവരെക്കുറിച്ച്, അച്ഛനമ്മമാരെ കുറിച്ച് ഈ കുട്ടികൾക്കുണ്ടാകേണ്ട അഭിപ്രായം അവര് വാഗ്രൂപത്തിൽ അത് അറിയിക്കുമ്പോഴാണ് ലോകത്ത് എവിടെ നിന്നും കിട്ടാത്ത ഒരു അംഗീകാരമോ പാരിതോഷികമായോ അത് മാറുന്നത്. അവിടെയാണ് ഈ ചോദ്യം, എന്തായിരിക്കണം അച്ഛനമ്മമാരെ കുറിച്ച്, രക്ഷിതാക്കളെ കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ച് മക്കൾക്കുണ്ടാകേണ്ട അഭിപ്രായം? അങ്ങനെ ഉണ്ടല്ലോ ഒന്ന്. അപ്പൊ നമ്മളൊക്കെ ചില രക്ഷിതാക്കളൊക്കെ കുട്ടികളെ കുറിച്ച് മോശം അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം. ഒരു കാലത്തും ഗുണം പിടിക്കില്ല. അങ്ങനെ പറഞ്ഞ് പറയുന്നത് കേൾക്കാറുണ്ട്. നന്നാവില്ല നീ ഒരിക്കലും, നേരെയാവില്ലടാ എന്നൊക്കെ പറഞ്ഞ് ചില ഡയലോഗുകളൊക്കെ അടിക്കുന്നതായിട്ടുണ്ട്. പക്ഷെ തിരിച്ചിതുപോലെ മക്കളും കൂടെ വളരുന്നവരല്ലേ. അതായത് ഒരു അച്ഛനോ അമ്മയ്ക്കോ ഒരു മകനോ മകളോ ജനിച്ചാൽ ആ മകനോ മകളോ വളരുന്നതിനനുസരിച്ച് ആ ജനിച്ച സമയത്ത് അച്ഛനും അമ്മയും കുട്ടിയും തമ്മിലുള്ള പ്രായ വ്യത്യാസം കൂടുകയാണോ കുറയുകയാണോ? അച്ഛനമ്മമാർക്കൊരു മകനോ മകളോ ജനിച്ചു, ആ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ആ അച്ഛനും അമ്മയും മകനും ആ സന്താനവും തമ്മിലുള്ള പ്രായ വ്യത്യാസം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ടോ? അത് ശരി, അത് കൊള്ളാലോ. ഇവിടുത്തെ സ്ഥിതി കൂടുകയും കുറയുകയും ചെയ്യില്ല, സമാനമായി തുടരുകയാണ്. അത് 30 വയസ്സിൽ അച്ഛനും അമ്മയ്ക്കും ഒരു മകൻ ഉണ്ടായാൽ 31 അച്ഛനും അമ്മയ്ക്കും 31 ആകുമ്പോൾ ഈ കുട്ടിക്ക് എത്രയാകും? 1 ആകും. അച്ഛനും അമ്മയ്ക്കും 32 ആകുമ്പോൾ 2 ആകും. അത് കൂടുകയാണോ ചെയ്യണത്? അത് അതേ രീതിയിൽ തുടരുകയല്ലേ ചെയ്യണത്? അപ്പോൾ ജനിച്ച സമയത്ത് അച്ഛനമ്മമാരും സന്താനവും തമ്മിലുള്ള പ്രായ വ്യത്യാസം എത്രയാണോ അത് അച്ഛനമ്മമാര് വളരുന്നതിനനുസരിച്ച്
കുട്ടികൾ വളരുന്നതനുസരിച്ച് അത് അതേ നിലയിൽ അങ്ങോട്ട് മാറുക, അല്ലാണ്ട് കൂടുന്നില്ല, കുറയുകയും ചെയ്യില്ല. അപ്പം നമുക്ക് 60 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആയി? 30 വർഷത്തെ എക്സ്പീരിയൻസ്. അത് പിന്നെ അതിന് 31, 61 ആയി കഴിഞ്ഞാലും അതിങ്ങനെ മാറാതെ നിൽക്കുകയാണ്, അത് കൂടുന്നില്ല. അതാണ് പറയണത്. അപ്പോ അച്ഛനമ്മമാരെ കുറിച്ച് മക്കളുടെ അഭിപ്രായം ആണ് ഇവിടെ നമ്മൾ ചോദിച്ചത് സദസ്സിനോട്. എന്തായിരിക്കണം ഏറ്റവും വലിയ അഭിപ്രായം? അങ്ങനെ ഒരു അഭിപ്രായം അവരുടെ മുഖത്തുനിന്ന് ലഭിച്ചാൽ, കിട്ടിയാൽ, അനാഥാലയങ്ങൾ ഉണ്ടാകില്ല, അഗതി മന്ദിരങ്ങൾ ഉണ്ടാകില്ല, ക്ഷേത്രത്തിന് മുമ്പിൽ ഇന്നത്തെ ഒരു പുതിയ സമ്പ്രദായം ഉണ്ടല്ലോ, ക്ഷേത്ര നടയിൽ കൊണ്ട് ഉപേക്ഷിക്കുന്ന രീതി ഉണ്ടാകില്ല, വീട്ടിൽ പൂട്ടിയിടില്ല, ആക്ഷേപിക്കില്ല, ആക്രമിക്കില്ല, ഉപദ്രവിക്കില്ല, വധിക്കില്ല, ഇതൊന്നും തന്നെ ഉണ്ടാകില്ല. അതാണ് പറയണത്. ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ കേവലം ചില പ്രകടനങ്ങൾ മാത്രമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി തരിക എന്നതല്ല സ്നേഹത്തിന്റെ അളവുകോൽ. നമ്മൾ ആവശ്യപ്പെടുന്നതൊക്കെ അതേപോലെ അങ്ങ് നിറവേറ്റി തരുന്നവരാണ് മക്കളെന്ന് കരുതാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കലും തീരില്ല. ഒന്നാമത്തെ കാര്യം, ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അതെല്ലാം നിറവേറ്റി തരുന്ന മക്കളാണ് സ്നേഹനിധികളെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾക്ക് ചിറക് മുളച്ചു അത് വികസിക്കുന്നതനുസരിച്ച് എല്ലാം അതേപോലെ നിറവേറ്റി തരാൻ ഒരുപക്ഷെ മക്കൾക്ക് സാധിച്ചു എന്ന് വരില്ല, സാധിക്കില്ല, അതൊരിക്കലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമുക്ക് ഒരു സ്നേഹത്തിൻ്റെയോ സമർപ്പണത്തിൻ്റെയോ അഭിപ്രായ പ്രകടനത്തിൻ്റെയോ മാനദണ്ഡമായി സ്വീകരിക്കാൻ സാധ്യമല്ല. പക്ഷെ ഈ ഒരു കാര്യം, വാഗ്രൂപത്തിലുള്ള ഒരു തുറന്ന പറച്ചിൽ അല്ലെങ്കിൽ ഒരു സമ്മാനം, പാരിതോഷികം ലോകത്ത് ലഭിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരമാണ്, വലിയൊരു സമ്മാനമാണ്. അവിടെയാണ് അച്ഛന്മാരുടെ ജീവിതം ധന്യമാകുന്നത്, ആ ദൗത്യം പൂർത്തിയാകുന്നത്. എന്തായിരിക്കണം ഇനി ഇത് വലിച്ചു നേരിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ അങ്ങനെ അത് പരത്ത് കുറെ നേരം കൊണ്ട് ഇത് തന്നെ പറഞ്ഞിട്ടിരിക്കണത്. എന്തായിരിക്കണം? അല്ലെങ്കിൽ മകൾ പ്രായപൂർത്തിയായി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അച്ഛനമ്മമാരുടെ ജീവിതം ഓർത്തു. ഇത്രയും കാലം ഒട്ടേറെ പേര് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയെങ്കിലും മാറാതെ ഇപ്പോഴും ഒപ്പം നിൽക്കുന്നത് ഈ 2 പേര് മാത്രമാണ്. അവരെ കുറിച്ച് എന്തായിരിക്കണം, അച്ഛനമ്മമാരെ കുറിച്ച് എന്തായിരിക്കണം മക്കൾക്ക് പറയാനുണ്ടാകേണ്ടത്? എന്തു പറയുമ്പോഴാണ് നിങ്ങളുടെ ഹൃദയം നിറയുന്നത്, നിങ്ങളുടെ മനസ്സ് നിറയണത്, നിങ്ങളുടെ ജീവിതം ധന്യമാകുന്നത്? ഒരഭിപ്രായം തോന്നില്ലേ നിങ്ങൾക്ക്? മക്കള് പറയേണ്ട അഭിപ്രായം വളരെ ചുരുക്കം വാക്കുകളേ ഉള്ളൂ, വളരെ ചുരുക്കം വാക്കുകൾ. പറയൂ, കേൾക്കട്ടെ. അതൊരു റിവാർഡാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? അവര് ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായി ഇത് തുറന്നു പറയണം അച്ഛനമ്മമാരോട്. അതാണ് യഥാർത്ഥത്തിൽ അച്ഛനമ്മമാരെ കുറിച്ചുള്ള വിലയിരുത്തൽ. മക്കൾ അച്ഛനമ്മമാർക്ക് നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം. അതുകൊണ്ട് ആകെ കൺഫ്യൂഷനായി നിങ്ങൾക്കിപ്പോൾ. ഞാൻ പറയാം, അല്ലാണ്ട് ഇപ്പോൾ വഴിയില്ല. അതിനോട് യോജിക്കാം, വിയോജിക്കാം, കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ നീക്കം ചെയ്യാം. അല്ലാണ്ട് വഴിയില്ലല്ലോ. നിങ്ങൾ ഒരു അഭിപ്രായം, ഒരു ആശയം പറയാൻ സദസ്സിനോട് പെട്ടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവരത് മിണ്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയാം, ആ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം, അത് തുറന്ന് പറയുകയും ചെയ്യാം. ഞാൻ പറയട്ടെ എൻ്റെ അഭിപ്രായം. മകൻ അല്ലെങ്കിൽ മകൾ വളർന്നു, മേൽ പറഞ്ഞ നിലയിലെത്തി, അച്ഛനമ്മമാരെ കുറിച്ച് ചിന്തിച്ചു, തിരിഞ്ഞു നോക്കിയപ്പോൾ അവരനുഭവിച്ച ക്ലേശവും ത്യാഗവും ഒക്കെ ഏറെക്കുറെ ബോധ്യപ്പെട്ടു. പക്ഷെ ഇന്ന് ഞാനായി തീർന്നത് ഈ അച്ഛനമ്മമാരുടെ അധ്വാനവും അവരുടെ ഊർജവുമാണ്. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയ സമയത്ത് ഒരു മകൻ അല്ലെങ്കിൽ മകൾ അഭിമാനത്തോടുകൂടി ഹൃദയത്തിൽ കൈ ചേർത്ത് വെച്ച് അച്ഛനമ്മമാരുടെ മുഖത്ത് നോക്കി പറയുക, ഒരൊറ്റ വാചകം മതി അവരുടെ ജീവിതം ധന്യമാകാൻ പൂർത്തിയായി എന്ന് പറയാൻ. ഒരൊറ്റ വാചകം മതി. എന്താ ഒറ്റ വാചകം? ആംഗലേയ ഭാഷയിൽ പറയാം, ഇംഗ്ലീഷ് ഭാഷയിൽ ആദ്യം പറയാം, അതാവുമ്പോൾ പെട്ടെന്ന് രുചിക്കും നിങ്ങൾക്ക്. അച്ഛൻ്റെയോ അമ്മയുടെ മുഖത്ത് നോക്കി പക്വമതിയായ ഒരു മകൻ അല്ലെങ്കിൽ മകൾ, നേരത്തെ പറഞ്ഞല്ലോ സ്വയം പര്യാപ്തത നിലയിലെത്തിയ ഒരു മകൻ അല്ലെങ്കിൽ മകൾ അഭിമാനത്തോടു കൂടി തലയുയർത്തി ഹൃദയത്തിൽ കൈചേർത്ത് അച്ഛൻ്റെയോ, ഒരു ആൺകുട്ടിയാണെങ്കിൽ മകനാണെങ്കിൽ അച്ഛൻ്റെ മുഖത്ത് നോക്കി അഭിമാനത്തോടു കൂടി പറയണം. എന്ത് പറയണം? മൈ റോൾ മോഡൽ ഈസ് മൈ ഫാദർ. അമ്മയുടെ മുഖത്ത് നോക്കി ഒരു പെൺകുട്ടി പറയണം, മൈ റോൾ മോഡൽ ഈസ് മൈ മദർ. ഇങ്ങനൊരു വാചകം മകനോ മകളോ പറഞ്ഞാൽ അതിൽ പരം ഒരു അംഗീകാരവും ഒരു പാരിതോഷികവും ലോകത്ത് എവിടെ കിട്ടുമെന്ന് നിങ്ങൾ പറയൂ. ഇനി
പറയുന്നു, കേൾക്കട്ടെ. അച്ഛനമ്മമാരുടെ ചുമതല അല്ലെങ്കിൽ ദാമ്പത്യ ധർമ്മത്തിലൂടെ ഏറ്റെടുത്ത ദൗത്യം ഇവിടെയാണ് പൂർത്തിയാക്കപ്പെടുന്നത്. ഇങ്ങനൊരു അഭിപ്രായം ഒരു അച്ഛനമ്മമാരെ കുറിച്ച് നോക്കൂ. ഞാൻ എല്ലാ തരത്തിലും പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്, അനുകരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? ഒരു മകൻ പറയുകയാണ്, ആരെ? അച്ഛനെയാണ്. എങ്ങനെ ജീവിക്കണം എന്നത് ഞാൻ കണ്ടുപഠിച്ചത് ആരിൽ നിന്നാണ്? ഇത്രയും കാലം അച്ഛനോടൊപ്പമാണ് ഞാൻ ജീവിച്ചത്, വളർന്നത് അവരുടെ തണലിലാണ്. അപ്പം തീരുമാനമെടുക്കുന്നതിൽ, പെരുമാറുന്നതിൽ, കുടുംബത്തിൽ കഴിയുന്നതിൽ, സൗഹൃദം നിലനിർത്തുന്നതിൽ, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും വേണ്ടത്ര മിതത്വവും കൃത്യനിഷ്ഠയും അച്ചടക്കവും ദീർഘവീക്ഷണവും പുലർത്തിയ അച്ഛൻ്റെ മകനായി ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ ആരെ പോലെ ജീവിക്കണം? അച്ഛനെ പോലെ ജീവിക്കണം. ഒരു ആൺകുട്ടി പറയുകയാണ്. അതുപോലെ പെൺകുട്ടി അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടുന്നു ആരെ പോലെ ജീവിക്കാൻ? അമ്മയെ പോലെ ജീവിക്കണം. എന്താ? നേരത്തെ പറഞ്ഞതുപോലെ അച്ചടക്കം, ഉത്തരവാദിത്വ ബോധം, ക്ഷമ, സ്നേഹം, വാത്സല്യം, ഓരോ കാലങ്ങളിൽ എടുക്കേണ്ട ഓരോ നിലപാടുകൾ, അത് നിർവഹിക്കാൻ വേണ്ട ക്ഷമ, ആർജവം, ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു വ്യക്തി പരിപാലിക്കേണ്ട എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരമ്മയുടെ മകളായി ജനിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായതിൽ ഞാൻ ജഗദീശ്വരനോട് നന്ദി പറയണു. ഈ അമ്മയെ പോലെ ജീവിക്കണം. അമ്മയാണ് ജീവിതത്തിൽ എൻ്റെ റോൾ മോഡൽ, അച്ഛനാണ് എൻ്റെ ജീവിതത്തിലെ റോൾ മോഡൽ എന്ന് ഒരു മകനോ മകളോ പറഞ്ഞാൽ അതാണ് അച്ഛനമ്മമാർക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ അവാർഡും അംഗീകാരവും. നിങ്ങൾ പറയൂ, ഇത് കൂട്ടിച്ചേർക്കാനോ നീക്കം ചെയ്യാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇങ്ങനെ ഒരു വാക്ക് അച്ഛനും മക്കളിൽ നിന്ന് കേട്ടാൽ പിന്നെ എവിടെ അനാഥാലയത്തിൽ കൊണ്ടു തള്ളുക? അഗതി മന്ദിരത്തിൽ തിരഞ്ഞു നടക്കുമോ? അവര് ഉപേക്ഷിക്കില്ല, ഒഴിവാക്കില്ല, അവരെ തരം താഴ്ത്തില്ല, ആക്ഷേപിക്കില്ല, പരിഹസിക്കില്ല. ഈ ഒരു ശബ്ദമാണ് മക്കളിൽ നിന്നും അച്ഛനമ്മമാര് കേൾക്കേണ്ടത്, അവര് പ്രതീക്ഷിക്കേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ, പ്രതീക്ഷകൾ പലതുണ്ടെന്നല്ല നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഒട്ടേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് മക്കളിൽ നിങ്ങൾക്കുള്ളത്. ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഫലവത്താകേണ്ടത് ഇപ്രകാരമായിരിക്കണം. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മക്കൾ നൽകേണ്ട ഏറ്റവും വലിയ അംഗീകാരവും സമ്മാനവുമായി ഈ വാക്കുകളാണ് അവരിൽ നിന്നും പുറപ്പെടേണ്ടത്. ഇതിനോട് നിങ്ങൾക്ക് എങ്ങനെ യോജിപ്പാണോ വിയോജിപ്പാണോ? ഇവിടെ രക്ഷിതാക്കളും മാതാപിതാക്കളും ഒക്കെ ഉണ്ടല്ലോ. ഇതിൽ നിന്ന് വിരുദ്ധമോ വേറിട്ടോ ആയ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിനപ്പുറം ഒരു അംഗീകാരം ഞങ്ങൾക്ക് കിട്ടാനുണ്ട്, ഒരു പദവി ഞങ്ങൾക്ക് ലഭിക്കാനുണ്ട് എങ്കിൽ അതും പറയാം. എന്താ പറയണത്? ശ്രോതാക്കള്, സദസ്സ് എന്ത് പറയണം? ഇതാണോ നമ്മൾ ഇതുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം ഇല്ലേ? വേറെ എന്തിനാണ് പിന്നെ ഒരു പ്രയാസമുണ്ടാകുക, ഒരു ബുദ്ധിമുട്ടാകുക? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയം നിറയും. ഇത്രയും നേരത്തെ സ്നേഹമൊക്കെ മാറി നിൽക്കുക, ഇത്രയും ആദർശനിഷ്ഠരായ, വീണ്ടു വിചാരമുള്ള, പക്വതയുള്ള മക്കൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളാണെന്ന് അറിയുമ്പോഴാണ് വാസ്തവത്തിൽ ജീവിതം ധന്യമാകുന്നതും ഹൃദയം നിറയുന്നതും. ഇതല്ലേ മക്കളിൽ നിന്നും കേൾക്കേണ്ടത്? അല്ലെങ്കിൽ പറയൂ, ഇതപ്പുറത്തൊക്കെ ആൾക്കാരെ മിണ്ടാണ്ടിരിപ്പുണ്ട്. ഇതല്ലേ കുട്ടികളിൽ നിന്നും അച്ഛനമ്മമാർക്ക് കേൾക്കാനുള്ള വാക്യങ്ങൾ? ഇതിന്റെ രണ്ടാമത്തെ ചോദ്യം, രണ്ടാം പകുതിയിലേക്ക് കിടക്കുമ്പോഴാണ് കാര്യം മാറുന്നത്. ഏതെങ്കിലും മക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എവിടെയാ തകരാറ്? എവിടെയായിരുന്നു കുഴപ്പം? അല്ലേ? അപ്പൊ എവിടെയാണ് തിരുത്തേണ്ടത്? നിങ്ങൾ മക്കളെ ശപിക്കുമ്പോൾ അല്ലെങ്കിൽ കുഴപ്പക്കാരനായി പറയുമ്പോൾ, മോശക്കാരിയായി ചിത്രീകരിക്കുമ്പോൾ ഇവർ ആകാശത്തു നിന്ന് പൊട്ടിമുളച്ച് താഴെ വീണവരല്ല, ഭൂമിയിൽ പൊന്തി വന്നവരുമല്ല, മഴവെള്ളത്തിൽ ഒഴുകി വന്നവരല്ല. ഇവർ മനുഷ്യർക്ക് ജനിച്ചവരാണ്, മനുഷ്യ സന്തതികളാണ്. അപ്പൊ അവരിൽ അങ്ങനെയുള്ള പോരായ്മകളോ കുറവുകളോ തകരാറോ ഉണ്ടെങ്കിൽ അത് കൊട്ടിഘോഷിച്ച് നടക്കുകയും അതിൻ്റെ പേരിൽ അവരെ ആക്ഷേപിക്കുകയും അല്ല വേണ്ടത്. മറിച്ച് സ്വയം തിരുത്താനും ആ തിരുത്തലിലൂടെ അവരെ മുന്നോട്ട് നയിക്കാനുമുള്ള പരിശ്രമമായിരിക്കണം ഓരോ രക്ഷിതാവും സ്വീകരിക്കേണ്ടത്. അല്ലാണ്ട് പരിഹരിക്കപ്പെടില്ല. നാടൊട്ടുക്ക് മക്കളെക്കുറിച്ചുള്ള പോരായ്മകൾ, കുറവുകൾ എഴുന്നള്ളിക്കുമ്പോൾ ആലോചിക്കണം, അവരങ്ങനെയായി തീർന്നതിൽ മുഖ്യമായ പങ്ക് എവിടെയുണ്ട്? അച്ഛനമ്മമാരിലുണ്ട്. അപ്പൊ അവർ രൂപം കൊള്ളുന്ന കാലത്ത് തന്നെ അവരെക്കുറിച്ച് ശുഭചിന്തകളും ശുഭപ്രതീക്ഷകളും ഉണ്ടാകണം. എന്നാ രൂപം കൊണ്ടത്? ശരീരത്തിന് പുറന്തള്ളപ്പെട്ടപ്പോഴല്ലോ അവർ രൂപം പ്രാപിച്ചത്. അതിനു മുമ്പേ മാതൃദേഹത്തിൽ ഏകകോശ ജീവിയായി ജീവിതം തുടങ്ങുന്നതിന് മുൻപേ ഈ ചിന്തകൾ മനസ്സിൽ അങ്കുരിക്കണം, വ്യക്തികളുടെ ഉള്ളിൽ അങ്കുരിക്കണം. ആ ഒരു അങ്കുരം നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ സ്ഥാപിക്കാനാണ് ഇന്ന് പ്രഭാതത്തിൽ മംഗല്യ ഹോമം എന്ന പേരിൽ ഒരു പ്രക്രിയ, നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് നിന്ന ഒരു അഗ്നികർമ്മം ഇവിടെ സംഘടിപ്പിച്ചത്. അതിനോടനുബന്ധിച്ച് ഒരു പ്രവചനവും ഏർപ്പാടാക്കിയത്.
അപ്പൊ എപ്പോഴാണ് ആരംഭിക്കേണ്ടത്? ദാമ്പത്യധർമ്മത്തിലേക്ക് മനസ്സ് പ്രവേശിക്കുമ്പോൾ തന്നെ ഉത്കൃഷ്ട സന്താനങ്ങൾക്ക് രൂപം നൽകുന്ന മനോഹര മാതൃകാ വ്യക്തിത്വങ്ങളായി തീരാനുള്ള ഒരു ചുമതല കൂടി എനിക്ക് നിർവഹിക്കാനുണ്ട്. അപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലോ കൂട്ടായ്മയോ അല്ല, മറിച്ച് മനുഷ്യകുലത്തിൽ ഉത്കൃഷ്ടരായ സന്താനങ്ങളും വ്യക്തികളും ഉണ്ടാകുന്നതിന് വേണ്ടി ഭാരതീയ പൈതൃകം അനുശാസിക്കുന്ന ഒരു കൂടിച്ചേരലാണ് നമ്മെ സംബന്ധിച്ച് വിവാഹം. അപ്പൊ അതിന് വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നതിനും ആ വിവാഹ കർമ്മം നടക്കുന്നതിനും അതിൻ്റെതായ ചില മാനദണ്ഡങ്ങളും കാലികമായ ചില രീതി സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ട്. അതവിടെ നടക്കരുത് മറ്റൊരു വശം. അപ്പൊ അത്തരത്തിൽ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളായി മാറാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള ചോദന അല്ലെങ്കിൽ ഉദ്ദേശം. രണ്ടാമത്തേതിന് ഒന്നുകൂടി പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം അല്ലെങ്കിൽ സ്വഭാവം, സംസ്കാരം രൂപപ്പെടുന്നത് പ്രധാനമായി 3 ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ്. മുഖ്യമായി 3 ഘടകങ്ങളാണ് നമ്മുടെ വ്യക്തിത്വ നിർണയത്തിൽ മുഖ്യമായ പങ്കുവഹിക്കുന്നത്. അതിലൊന്നാണ് പാരമ്പര്യം, രണ്ടാമത് നാം ജനിച്ചു വളരുന്ന പശ്ചാത്തലം, മൂന്നാമത് നാം ഇടപഴകുന്ന ലോകം. ഈ 3 ഘടകങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്ന ഭാഗങ്ങൾ. അതിലൊന്ന് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ആരിൽ നിന്ന് കിട്ടുന്നതാണ്? അച്ഛനമ്മമാരിൽ കൂടി പകർന്നു വരുന്നത്. ഇപ്പം മാതാപിതാക്കളുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്തയിലും ജീവിതത്തിലും ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളും മൂല്യങ്ങളും നിഷ്ഠകളുമാണ്. ആ ആദർശങ്ങളും മൂല്യങ്ങളും നിഷ്ഠകളുമാണ് ഓരോ വ്യക്തിയിലും നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ തുടർച്ചയായി ഉണ്ടാകുന്ന അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലും ആ മൂല്യത്തിൻ്റെയോ ആ സംസ്കാരത്തിൻ്റെയോ ആ പ്രവർത്തനങ്ങളുടെയോ എന്തുണ്ടാകും? ഒരു ഭാഗമുണ്ടാകും, ഒരു അംശമുണ്ടാകും. അങ്ങനെയുള്ള ശ്രേഷ്ഠ സംസ്കാര സമ്പന്നരായ വ്യക്തികൾ കൂടിച്ചേരുമ്പോഴാണ് ഉത്കൃഷ്ട സന്തതികൾ സമാജത്തിൻ്റെ ഭാഗമായി ഭാവിയിൽ മാറുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്? ഒന്ന് പാരമ്പര്യം, രണ്ടാമത് ജനിച്ചു വളരുന്ന സാഹചര്യം, പശ്ചാത്തലം. അപ്പൊ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് മാതൃകയായി ജീവിക്കുന്ന തരത്തിലേക്ക് മാതാപിതാക്കൾ മാറേണ്ടതുണ്ട്. അവരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പെരുമാറ്റങ്ങൾ, സംഭാഷണങ്ങൾ, പ്രവൃത്തികൾ എല്ലാം തന്നെ കുട്ടികൾ നിരീക്ഷിക്കുന്നുണ്ട്, അവർ കാണുന്നുണ്ട്, അവരറിയുന്നുണ്ട്. ഇല്ലാന്ന് ആരും വിചാരിക്കരുത്. കാരണം അവർ ഈ ലോകത്തെ കാണുന്നത് മാതൃദേഹത്തിലിരിക്കുന്ന സമയത്ത് കുട്ടി ലോകത്തെ അറിഞ്ഞത് ആരിലൂടെയാണ്? അമ്മയിലൂടെയാണ് അറിഞ്ഞത്. അമ്മ കാണുന്നത്, അമ്മ കേൾക്കുന്നത്, അമ്മ രുചിക്കുന്നത്, അമ്മ മണക്കുന്നത്, അമ്മ സ്പർശിക്കുന്നത്. ഈ 5 വിധത്തിലാണ് ലോകത്തെക്കുറിച്ചുള്ള പതിപ്പുകൾ ശിശുവിൻ്റെ മസ്തിഷ്കത്തിൽ സ്പന്ദനമായി ആരംഭിച്ചത്. അത് കഴിഞ്ഞ് ഭൂസ്പർശം ചെയ്തു കഴിഞ്ഞാലോ അവരെയാണ് ആദ്യം കാണുന്നത്. അവരുടെ ശീലങ്ങളും രീതികളുമാണ് കുട്ടി ഏറെക്കുറെ അനുകരിക്കുന്നത്. അവരുടെ നിർദ്ദേശങ്ങളും നിബന്ധനകളുമാണ് കുട്ടി അനുസരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം, സ്കൂളിൽ ഈ കുട്ടിക്കാലത്ത് വളരുന്ന കുട്ടികളെ ഇപ്പം പിന്നെ അതൊക്കെ ഉണ്ടോയെന്ന് വലിയ സംശയം. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയൊന്നുമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാറ് കാണാറില്ല. ഇവിടെ ഇരുന്ന ഒന്നുകൂടി ഒരു മുൻപ് തലമുറയിലുള്ള കുട്ടികളൊക്കെ വളർന്നു വരുന്ന സമയത്ത് അവരുടെ വിനോദങ്ങളിൽ മുഖ്യമായ ചില പരിപാടികൾ ഉണ്ടായിരുന്നു. കണ്ടിട്ടില്ലേ? 4 കമ്പ് ഇങ്ങനെ നാട്ടി വെച്ച് അതിന് മുകളിൽ പട്ട ഓലയൊക്കെ നിരത്തി വീടുണ്ടാക്കുക. ആ വീട്ടിൽ 3 കല്ല് താഴെ വെച്ച് ചേർത്ത് വെച്ച് അതിന് മുകളിൽ ചിരട്ട കൊണ്ട് അല്ലെങ്കിൽ പഴയ പാത്രം കൊണ്ട് പാചകം ചെയ്യുക. പല ആഹാര പദാർത്ഥങ്ങൾ പാകം ചെയ്യുക. അത് കഴിഞ്ഞാലോ പിന്നെ അതിൻ്റെ തൊട്ടിൽ കിട്ടുക. അത് കഴിഞ്ഞാൽ അതിൽ ഈ അമ്മിക്കുട്ടി അല്ലെങ്കിൽ കല്ലോ പാവയും കൊണ്ട് അതിനെ കുളിപ്പിക്കുക, അതിനെ വസ്ത്രം ധരിപ്പിക്കുക, അതിനെ കണ്ണെഴുതുക, പൊട്ട് തൊടുക, അതിന് താരാട്ട് പാട്ടുക, അതിന് അമ്മിഞ്ഞ കൊടുക്കുക, അതിന് ഇങ്ക് കൊടുക്കുക, അതിന് മാമു കൊടുക്കുക, അതിനെ തൊട്ടിലിട്ട് ഉറക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വന്ന പറഞ്ഞു ഭീഷണിപ്പെടുത്തുക. അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ഈ കുഞ്ഞുങ്ങൾ ആരെ കണ്ടുപിടിച്ചിട്ടാ? അല്ലേ? ശ്രദ്ധിച്ചു നോക്കും. ഇത് ട്യൂഷന് പോയിട്ട് പഠിച്ചതാണോ അതൊക്കെ? അത് കഴിഞ്ഞ് കുറച്ചുകൂടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂളിൽ പഠിച്ച് വരുമ്പോൾ കാണാൻ ചില മാറുന്നതെന്ന് നോക്കണം, എന്നാലും അറിയാൻ പറ്റും. വടിയെടുക്കുന്നതും കുട്ടികളെ ശാസിക്കുന്നതും ക്ലാസ്സിനെ പുറത്തു നിർത്തുന്നതും ചിലരൊക്കെ ചെവി പിടിക്കുന്നതും ബോർഡിൽ എഴുതിയിടുന്നതും ഒക്കെ ആരെ അനുകരിക്കുക? അപ്പോൾ അനുകരണശീലം കൂടുതലുള്ളൊരു കാലമാണ് വളർന്നു വരുന്ന ഈ ബാല്യ കൗമാരദശകൾ. അപ്പം അവർക്ക് അനുകരിക്കാൻ പര്യാപ്തമായ ശീലങ്ങളാണ് നമ്മൾ അവരുടെ മുമ്പിൽ ഒരുക്കി കൊടുക്കേണ്ടത്. അതാർക്കൊക്കെയാണ്? മാതാപിതാക്കൾക്ക്, രക്ഷിതാക്കൾക്ക്, അധ്യാപകർക്ക്. ഇങ്ങനെ 2 തലങ്ങളിലൂടെ വളർന്നു വന്ന സംസ്കാരത്തിലോ പെരുമാറ്റത്തിലോ ശീലങ്ങളിലോ എന്തെങ്കിലും പോരായ്മകൾ അഥവാ ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് നികത്തുക എന്നതാണ് 3ാമത്തെ ഘട്ടം. എന്ത്? വിദ്യാഭ്യാസം. 3ാമത്തെ ഘട്ടമാണ് വിദ്യാഭ്യാസം. ആദ്യം ജനിച്ചു വളരുന്ന പശ്ചാത്തലം, അതിനു മുമ്പ് പാരമ്പര്യം, 3ാമത് ഇടപഴകുന്ന ലോകം.
ആ ഇടപഴകുന്ന ലോകമാണ് ആദ്യം കിട്ടുന്ന വിദ്യാലയ അന്തരീക്ഷം. നമുക്ക് അവിടെയാണ് സ്വതന്ത്രമായി ലോകത്തോട് വിഹരിക്കാനുള്ള അവസരം. അതുവരെ അച്ഛനമ്മമാര്, ബന്ധുക്കൾ, ആ ഒരു ചുറ്റുപാട്. അത് വിട്ട് സ്വതന്ത്രമായി ഈ ലോകത്തോട് ഇടപഴകാൻ കിട്ടുന്ന ഒരു സാഹചര്യമാണ് വിദ്യാലയം. ആ അന്തരീക്ഷത്തിലാണ് നമ്മുടെ വ്യക്തിത്വത്തിന് നിറവും ഗുണവും മണവും രുചിയും ഒക്കെ വർദ്ധിക്കുന്നത്. അവിടെ നല്ല ചിന്തകളും നല്ല സന്ദേശങ്ങളും നല്ല രീതികളും നല്ല ശീലങ്ങളും പിന്തുടരാൻ സാധിച്ചാൽ അത് ജീവിതത്തിന് വളരെ ഒരു നേട്ടമായി തീരും. അവിടെയാണ് വിദ്യാലയ അന്തരീക്ഷത്തിന്റെ ആവശ്യകത. ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായവും വിദ്യാലയ അന്തരീക്ഷവും ഒക്കെ നമ്മൾ നോക്കിയാൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ നാടിനോടും നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ കുടുംബ ജീവിതത്തോടും വ്യക്തിബന്ധങ്ങളോടും എത്രമാത്രം കൂറ് പുലർത്തുന്നവരാണെന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ചു നോക്കും. കുട്ടികൾ വളർന്നു വരുമ്പോൾ അച്ഛനമ്മമാര് ചില രക്ഷിതാക്കളെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, നോക്കൂ അപ്പുറത്തെ ബിന്ദുവിനെ നോക്കി പഠിക്കുന്നേ, അല്ല ഇപ്പുറത്തെ രാജുവിനെ നോക്കി പഠിക്കും എന്നാ നിങ്ങൾ പറയാം. നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ നീ ഞങ്ങളെ നോക്കി പഠിക്കുന്ന ആരെങ്കിലും പറയാറുണ്ടോ? അതല്ലേ വേണ്ടത്. അപ്പുറത്തെ രാജുവും ഇപ്പുറത്തെ ബിന്ദു ഒന്നുമല്ല, നീ ഞങ്ങളെ നോക്കി പഠിക്കും, ഞങ്ങൾ കൂടെ അല്ലേ നീ വളരുന്നത്, അപ്പൊ ഞങ്ങളെ കണ്ടാണ് നീ വളരേണ്ടത്, പഠിക്കേണ്ടത് എന്ന് ഏതെങ്കിലും രക്ഷിതാവ് പറയാറുണ്ടോ? അപ്പൊ എന്താ ഒന്നും പഠിക്കാനില്ല, അതാ രസം. അപ്പൊ അങ്ങനെയാകരുത്. ഉത്കൃഷ്ട ദമ്പതിമാരായി ഉത്തമ ശീലങ്ങളുള്ള സന്താനങ്ങൾക്ക് ജന്മം നൽകുന്ന മാതാപിതാക്കളായി മാറുക എന്നതാണ് ഇന്ന് നമുക്ക് സമൂഹത്തിന് ആവശ്യം. അല്ലാതെ തിരുത്താൻ പറ്റില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന എല്ലാ വൈകല്യങ്ങൾക്കും ന്യൂനതകൾക്കും കാരണം നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യമില്ല. അവരങ്ങനെയായി തീർന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നത് രക്ഷിതാക്കളാണ്, കുടുംബാന്തരീക്ഷമാണ്. അപ്പൊ ആ കുടുംബാന്തരീക്ഷം പവിത്രമാക്കാൻ പറ്റിയ തരത്തിൽ ഉള്ള ശീലങ്ങളും ആചരണങ്ങളും നമ്മുടെ സംസ്കാരത്തിൽ നിന്നും പകർന്നെടുത്ത് അതിനെ പരിപാലിക്കുമ്പോഴാണ് നാം കുടുംബം എന്നതിനപ്പുറത്തേക്ക് ഗൃഹസ്ഥ ആശ്രമികളായി തീരുന്നത്. അപ്പൊ നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല സന്താനങ്ങൾ ഉണ്ടാകുന്നത്. ആ നല്ല സന്താനങ്ങളാണ് നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായി തീരുന്നത്. അവരിലൂടെയാണ് നമ്മുടെ ഉത്കൃഷ്ടമായ സംസ്കാരം നിലനിന്ന് പോരുകയും ചെയ്യുന്നത്. ഈ ഒരു ആശയമാണ് ഇന്നത്തെ ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ഇപ്പൊ വെറുതെ ഹോമകുണ്ഡത്തിൽ ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് ഈ പദാർത്ഥങ്ങൾ നിക്ഷേപിക്കുക മാത്രമല്ല, അതിലൂടെ മഹത്തായ ഒരു സന്ദേശവും നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. എന്താ സന്ദേശം? കുടുംബജീവിതത്തിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കൂടിച്ചേർന്ന് എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നതല്ല, മറിച്ച് മാനവകുലത്തിൽ, മനുഷ്യ സമുദായത്തിൽ ഉത്കൃഷ്ടമായ വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ, നൽകുന്നതിൽ നമുക്കുള്ള പങ്കാളിത്തം നിർവഹിക്കാൻ, നമുക്കുള്ള ഭാഗധേയം അതവിടെ അവതരിപ്പിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കുകയാണ് നാം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ഇത്തരം ചടങ്ങുകളൊക്കെ നടത്തിപ്പോരുന്നത്. അപ്പോൾ നല്ല ചിന്തകളും നല്ല ശീലങ്ങളും നല്ല ആശയങ്ങളും ഉള്ളിൽ കരുതുക. അപ്പോൾ അവിടെ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ. മനുഷ്യ ജീവിതം അർത്ഥവത്താകുന്നത് പ്രധാനമായും 3 കാര്യങ്ങളിലൂടെയാണ്. ഒന്ന് യജ്ഞം, രണ്ടാമത്തേത് തപസ്, മൂന്നാമത്തേത് ദാനം. യജ്ഞം, ദാനം, തപസ്, ഈ 3 കാര്യങ്ങളിലൂടെയാണ് മനുഷ്യ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. ധാരാളം പണം പലതരത്തിൽ നേടിക്കൂട്ടും, വാരിക്കൂട്ടും, എന്നിട്ട് അതൊന്നും നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കില്ല, സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കൂ, അതും കുറവാണ്. ഇങ്ങനെ ആർക്കും കൊടുക്കാതെ, നല്ല കാര്യങ്ങൾക്കൊന്നും ചെലവഴിക്കാതെ പണം സ്വരൂപിച്ചു കൂട്ടുന്നവരെ, അല്ലെങ്കിൽ വിഭവങ്ങൾ സ്വരൂപിച്ചു കൂട്ടുന്നവരെ, സമ്പത്ത് സൂക്ഷിക്കുന്നവരെ നമ്മൾ എന്താ പറയുക? എവിടൊക്കെയോ ശബ്ദം വരുന്നുണ്ട്. നല്ല കാര്യങ്ങൾക്കൊന്നും ചെലവഴിക്കാതെ പിശുക്കന്മാരെന്നാ പറയാ. ഒരു നല്ല കാര്യവും ചെയ്യും, എങ്ങനെ വാരിക്കുട്ടി കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ എന്താ പറയുക? പിശുക്കന്മാരെന്നാ പറയാ. ഈ പിശുക്കന്റെ സന്തതി ആരാകുമെന്ന് അറിയാമോ? പിശുക്കന്റെ സന്തതി ആരാകും? നോക്കൂ, ചുറ്റും നോക്കിയാൽ കാണാം. ധൂർത്തന്മാരാകും, ധാരാളിയാകും. ഇങ്ങനെ പിശുക്ക് ധാരാളം സൂക്ഷിച്ചു കൂട്ടിയാൽ അത് മുഴുവൻ ധൂർത്തടിക്കുന്ന, നശിപ്പിക്കുന്ന ഒരു സന്തതിയായിരിക്കും പിന്നാലെ ഉണ്ടാകും. ഇതൊരു പ്രകൃതി നിയമമാണ്. പിശുക്കന്റെ സന്തതി ധാരാളിയാകും. എങ്കിൽ ധാരാളിയുടെ സന്തതി ആരാകും? ആരെയാകും? തീർച്ചയായിട്ടും അതാണ് അതിന് പറ്റിയ വാക്ക്. എഴുതി വെച്ചോളൂ ഇത് വാചകം. പിശുക്കന്റെ സന്തതി ധാരാളിയാകും. എരപ്പാളി എന്ന് പറയുന്നത് മോശം പദമല്ല. ഇപ്പൊ നമ്മള് തേര് നയിക്കുന്നവൻ എന്താ പറയണത്? തേരോടിക്കുന്നവനെ തേരാളി എന്നല്ലേ പറയുന്നത്. കൊല ചെയ്യുന്നവന്, പടയ്ക്ക് പോകുന്നവന്, അങ്ങനെയൊക്കെയല്ലേ പറയണത്. മുതലുള്ളവന്, തൊഴിൽ ചെയ്യുന്നവന്. ഈ പദങ്ങളൊന്നും മോശമല്ലെങ്കിൽ ഇരക്കുന്നവൻ എന്താ പേര്? അങ്ങനെയുണ്ട്. ഇരക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ജീവിക്കാൻ വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ജീവിക്കാനോ നിലനിൽക്കാനോ വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കുന്ന ഗതികേടിലേക്ക് 3ാം തലമുറ തരം താഴ്ത്തപ്പെടും. എന്ത് ചെയ്താൽ?
നല്ല കാര്യങ്ങൾക്കൊന്നും ചെലവഴിക്കാതെ സമ്പത്ത് അനധികൃതമായി സൂക്ഷിച്ചാൽ ഉണ്ടാകുന്ന ആപത്താണ് ഈ പറഞ്ഞത്. പിശുക്കൻ്റെ സന്തതി ധാരാളിയും ധാരാളിയുടെ സമ്പത്തി. ഇത് എല്ലാവരുടെയും വീട്ടിൽ എഴുതി വെക്കണം അല്ലേ? ചില കണ്ടില്ലേ, ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, ചോറ്റാനിക്കരയമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വെറുതെ വെറും വാചകങ്ങൾ. ഞങ്ങളൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ താമസിക്കാൻ ഒരു വീട് ഏർപ്പാടാക്കി തന്നു. അപ്പോൾ അവിടെ താമസിക്കാൻ ചെന്നപ്പോൾ അവിടെ വേറിട്ട ഒരു വാചകം എഴുതി കണ്ടു. നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, അതിനുവേണ്ടി പറയുക. നമ്മൾ സാധാരണ ഗുരുവായൂരപ്പൻ ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം, ചോറ്റാനിക്കരമ്മ ഇതൊക്കെയാണ് എഴുതി വയ്ക്കാറ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് രസകരമാണ്, കുറച്ച് നമ്മളെ ആലോചിപ്പിക്കുന്നതും കൂടിയാണ്. എഴുതി വെച്ചിരിക്കുന്ന വാചകം, ഈ വീട്ടിലുള്ളവരാണ് ഈ വീടിൻ്റെ, അല്ലാതെ എവിടെയോ കിടക്കുന്ന ഗുരുവായൂരപ്പനോ എങ്ങോ ഉള്ള ചോറ്റാനിക്കരമ്മയോ അല്ല, മറിച്ച് ഈ വീട്ടിലുള്ളവരാണ് ഈ വീടിൻ്റെ ഐശ്വര്യത്തിന് കാരണം. അവരുടെ ജീവിതം, അവരുടെ പെരുമാറ്റം, അവരുടെ സംഭാഷണ രീതി, അവരുടെ നിഷ്ഠകൾ, ഇതെല്ലാം തന്നെയാണ് ആ ജീവിതത്തിൻ്റെ ഐശ്വര്യം അല്ല ആ വീടിൻ്റെ ഐശ്വര്യം അല്ലെങ്കിൽ അഴകായി മാറുന്നത്. അല്ല വെറുതെ ഒരു സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചതുകൊണ്ടാവില്ല. അതുകൊണ്ട് ഈ വീട്ടിലുള്ളവരാണ് ഈ വീടിൻ്റെ ഐശ്വര്യം. അപ്പോൾ വീട്ടംഗങ്ങൾ അതിനനുസരിച്ച് യജ്ഞത്തിലും ദാനത്തിലും തപസ്സിലും വ്രതബദ്ധതയോടുകൂടി കഴിയാൻ ശീലിക്കുന്നതാണ് ഇതിനുള്ള ഒരു മാർഗം. അപ്പോൾ യജ്ഞം എന്ന് പറയുമ്പോൾ ഒട്ടേറെ വഴികളുള്ളതിന്. യജ്ഞം എന്ന് പറഞ്ഞാൽ ഹോമകുണ്ഡം, യാഗശാല നിർമ്മിച്ച് ഹോമകുണ്ഡം തയ്യാറാക്കി അതിൽ പല പദാർത്ഥങ്ങളും ഹോമിക്കുന്നത് മാത്രമല്ല യജ്ഞം, അതൊരു പ്രതീകമാണ്. നിസ്വാർത്ഥമായി ക്ഷേമത്തിന് വേണ്ടിയോ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയോ സമൂഹത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടിയോ ചെയ്യുന്ന എന്ത് സത്പ്രവൃത്തികളെ നമുക്ക് യജ്ഞമെന്ന് വിശേഷിപ്പിക്കാം. നാം അധ്വാനിച്ച് സമ്പാദിക്കുന്നതിൻ്റെ നല്ലൊരു അംശം, ധാർമ്മികമായി നേടുന്നതിൻ്റെ നല്ലൊരു ഭാഗം മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് ദാനമാണ്. തപസ്സെന്ന് പറഞ്ഞാലോ മനോനിയന്ത്രണത്തിലുള്ള എല്ലാ സമ്പ്രദായങ്ങളും, അച്ചടക്കം, മിതവ്യയം, അതുപോലെ സാത്വികമായ വിചാരങ്ങൾ, സാത്വികമായ ആഹാരം, ഇതെല്ലാം തന്നെ മനോനിയന്ത്രണത്തിനുള്ള എല്ലാ പദ്ധതികളും തപസ്സാണ്. അപ്പോൾ യജ്ഞവും ദാനവും തപസ്സും കൂടാതെ മനുഷ്യജീവിതം അർത്ഥപൂർണമാകില്ല. അതുകൂടി ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒരു കൂട്ടായ്മയല്ല, എങ്ങനെയെങ്കിലും ജീവിക്കലല്ല. ഏതാണ്ട് ഒരു മനുഷ്യായുസിൽ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, മനുഷ്യായുസിൽ 4500 കിലോഗ്രാം ആഹാരം കഴിക്കുമെന്ന് കുറഞ്ഞത്. കല്യാണത്തിനൊക്കെ കിട്ടണത് വേറെയാണ്, പൊതുകാര്യങ്ങൾക്കൊക്കെ ഇവിടെ ശാപ്പാടിൻ്റെ കണക്ക് ഇതില്ല. സാമാന്യേന 4500 കിലോഗ്രാം, അതായത് 4.5 ടൺ, 450 കിലോഗ്രാം ആഭരണവും വസ്ത്രവും ധരിക്കുമെന്ന്, 4.5 ക്വിൻ്റൽ. അപ്പോൾ ഏതാണ്ട് 500 കിലോഗ്രാം, 5 ടൺ ആഹാരവും 5 ക്വിൻ്റൽ വസ്ത്രവും ആഭരണവും കൊണ്ട് നമ്മൾ ഈ കൊണ്ടു നടക്കുന്ന ദേഹം ഒടുവിൽ ആരാണ് കൊള്ളി വയ്ക്കുക? മറ്റാരുമല്ല കൊള്ളി വയ്ക്കണത്. ആരാ കൊള്ളി വയ്ക്കുക? നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് മകൻ ആണ് കൊള്ളി വയ്ക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മകൻ എന്തിനുള്ളതാ? ഈ തടിക്ക് കൊള്ളി വയ്ക്കാനുള്ളവരാ ശരിക്കും ഭാവിയിൽ. നമ്മുടെ ജീവൻ ശരീരത്തിന് വേർപെട്ട് കഴിയുമ്പോൾ ഈ ശരീരത്തിന് കൊള്ളി വയ്ക്കേണ്ടവരാണ് മക്കൾ. അതും കൂടി ഇത് ഓർമ്മയിരിക്കട്ടെ. അതുകൊണ്ട് സ്വന്തം ധർമ്മം വേണ്ട രീതിയിൽ നിർവഹിക്കാനുള്ള അറിവും പരിശീലനവും നേടി സമൃദ്ധമായ ഒരു കുടുംബ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകാൻ കുടുംബാംഗങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന നിരന്തരം ആവശ്യമാണ്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പ്രാർത്ഥനകളും കീർത്തനങ്ങളും സ്തുതിഗീതങ്ങളും വ്രതങ്ങളും എല്ലാം തന്നെ മനുഷ്യ ജീവിതത്തെ സംസ്കരിക്കാൻ, പരിശുദ്ധമാക്കാനുള്ള പൂർവികമായ നിർദ്ദേശങ്ങളാണ്. അതിന് ഈ പഞ്ചമൂർത്തി ക്ഷേത്രവും ഇതിൻ്റെ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് യഥാവിധി നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകട്ടെ. അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ജഗദീശ്വരൻ്റെ കൃപയും ഗുരുപരമ്പരയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ഈ ദൗത്യത്തിൽ ആവോളം ഉണ്ടാകട്ടെ. നല്ല ഉത്കൃഷ്ട സന്തതികൾ എല്ലാ കുടുംബങ്ങളിലും പിറന്ന് അനശ്വരമായ നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കുകയും അത് വരും തലമുറയ്ക്ക് കൈമാറിക്കൊടുക്കുകയും ചെയ്ത എന്ന മഹത്തായ പ്രക്രിയയിലേക്ക് അവരും ഏർപ്പെടട്ടെ. അതിനായി നിങ്ങളെല്ലാവരും മനസ്സാ തയ്യാറാകൂ. നിങ്ങൾക്കതിനുള്ള എല്ലാ പിന്തുണയും പ്രചോദനവും ഋഷി പരമ്പരയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് വാക്യങ്ങൾ ജഗദീശ്വര പാദത്തിൽ, ഗുരുപരമ്പരയുടെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ആശ്രമത്തിൽ എന്ത് കാര്യം ആരംഭിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാഗീതത്തോടെയാണ് തുടങ്ങുക. അത് ഗീതാ ക്ലാസ് ആകട്ടെ, പ്രഭാഷണം, എന്താവുമ്പോഴും ഞങ്ങളൊരു പ്രാർത്ഥനാഗീതം ചൊല്ലും. ഒരു 5 ശ്ലോകങ്ങളാണ്. അത് ചൊല്ലി ഞാനത് അവസാനിപ്പിക്കാം. വിദ്യയേകണേ വിജയമേകണേ വിശ്വദർശനമേകണേ വിനയമേകണേ സഹനമേകണേ വിശ്വദാസനായി തീർക്കണേ. അച്ഛനമ്മ ഗുരുവൃന്ദത്തെയും നിത്യം പൂജിക്കാൻ കഴിയണേ.
സഹജരോടും ചരാചരത്തോടും കരുണയുള്ളിൽ നിറയണേ. സത്യമോതുവാൻ ശക്തിയേകണേ, സജ്ജനങ്ങൾ കൂട്ടാകണേ. സുഖദുഃഖങ്ങളെ സമമായി കാണുവാൻ സകലേശായ എന്നിൽ കനിയണേ. നിത്യവും തവ നാമ പുഷ്പങ്ങൾ എൻ്റെ നാവിൽ വിരിയണേ. മാനസത്തിൻ ശ്രീകോവിലിൽ ദേവ പൂജാബിംബമായി തീരണേ. നൊന്തു പ്രാർത്ഥിക്കും നേരമെപ്പോഴും നെഞ്ചിൽ സാന്ത്വനമേകണേ. അക്ഷയാമൃതവാരിധി എന്നിൽ അറിവായെന്നും വിളങ്ങണേ. അറിവായെന്നും വിളങ്ങണേ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ധർമ്മേണ മാർഗേണ മഹീം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കാലേ വർഷതു പർജന്യ പൃഥ്വീ സസ്യശാലിനി. ദേശോയം ക്ഷോഭരഹിതഃ, ബ്രാഹ്മണാ സന്തു നിർഭയാഃ. ഓം അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.